ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ളവർക്കായി ഹാഫിദ് എന്ന് പറയുന്നത്. 1,00,000 ഹദീസ് അതിന്റെ സെനദു സഹിതം സുന്ദരമായി മനപ്പാടമുള്ളവർക്ക് സാങ്കേതികമായി നൽകുന്ന പേരാണ് ഈ ഹാഫിദ്. അത്തരം ഹാഫിദുകളാണ് ഇവരൊക്കെ. ഹാഫിദ് ഇബ്നു അബി ദുനിയ എന്നവർ കിതാബുൽ മഖാബിർ, കിതാബുൽ മനാമാത്ത് എന്ന പേരിൽ ആത്മാവിനെ സംബന്ധിക്കുന്ന 2 വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ മഹാനബുകളുടേതായുണ്ട്. ഇമാം ഖൈറുവാനിക്ക് കിതാബുൽ ബുസ്താൻ എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ട്. ഇത്തരം ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെടുത്തി അവയുടെ ഉദ്ധരണികൾ ഏതാണ്ടൊക്കെ ശേഖരിച്ചിട്ട് നല്ല സവിസ്തരമൊരു ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നുൽ ഖയ്യിം, ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണെങ്കിലും വലിയ വിവരസ്ഥനാണ്, ഹാഫിദാണ്. ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ബിദ്അത്തുകളുടെ ചിന്ത പലതും ഇബ്നുൽ ഖയ്യിമിനുണ്ടെങ്കിലും ആത്മാവിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ബൃഹത്തായ ഗ്രന്ഥം കിതാബുർ റൂഹ്, തന്റെ മുൻഗാമികളായ ഇമാമുകളുടെ റൂഹും നഫ്സും സംബന്ധിച്ച വിവരണങ്ങളിൽ നിന്ന് വളരെ സ്വാംശീകരിച്ച് സമാഹരിച്ചെടുത്ത ഒരു ഗ്രന്ഥമാണ്. അർവാഹിന്റെ ലോകത്തെ പരിചയത്തെയും ഇണക്കത്തെയും വരെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഈ ലോകത്തെ ഇണക്കത്തിന്റെ മാനദണ്ഡമായി വിവരിക്കുന്ന ഹദീസ് പ്രസിദ്ധമായ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. നമ്മളിവിടെ പരിചയമുള്ള ആളുകൾ എങ്ങനെ പരിചയപ്പെടുന്നു, നമ്മളിവിടെ പരിചയമില്ലാത്ത ആളുകൾ എങ്ങനെ പരിചയപ്പെടാതിരിക്കുന്നു. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിചയവും അപരിചിതത്വവും വരെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് ആത്മീയ ലോകത്തുള്ള പരിചയത്തിന്റെയും അപരിചിതത്വത്തിന്റെയും ബലത്തിലും ബന്ധത്തിലുമാണ്. ആ മാനദണ്ഡത്തിലാണത്രേ ഇവിടുത്തെ പരിചയം, അതേ മാനദണ്ഡത്തിലാണത്രേ ഇവിടുത്തെ അപരിചിതത്വം. ഞാനൊരാളെ ട്രെയിനിൽ കണ്ടു, സന്ധിച്ചിട്ട് കാസർഗോഡ് വരെ പോയി സംസാരിച്ചാലും ചിലപ്പോൾ എനിക്ക് അയാളുമായി പരിചയപ്പെടാൻ കഴിയില്ല, അയാളോടൊന്ന് മിണ്ടാൻ പോലും കഴിയില്ല. അപരിചിതത്വം നിലനിൽക്കുകയാണ്. ഈ അപരിചിതത്വം എത്രയോ ആളുകളുമായി നമുക്കുണ്ട്. എന്നാൽ ചിലരുമായോ നിമിഷ നേരം കിട്ടുമ്പോഴേക്ക് നമ്മൾ അങ്ങ് പരിചയപ്പെടുന്നു. ആ പരിചയം വർദ്ധിക്കുന്നു, പിന്നീട് പുതുങ്ങുന്നു, പുതുങ്ങി അടുത്ത ബന്ധമായി മാറുന്നു. എങ്ങനെ ഇത് സാധിക്കുന്നു? ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇവിടത്തെ പരിചയവും ഇവിടത്തെ ഇണക്കവും അൽ അർവാഹു ജുനൂദും മുജന്നദ ഫമാ തആറഫ മൻ ഹൽതലഫ് വമാ തനാകറ മിൻ ഹൽതലഫ്. ഇമാം ബുഖാരി ഇതേ അധ്യായം വെച്ചുകൊണ്ട് ഒരു ബാബു തന്നെ തന്റെ സ്വഹീഹിൽ രചിച്ചിട്ടുണ്ട്. ബാബു അൽ അർവാഹു ജുനൂദും മുജന്നദ. ആത്മാക്കൾ ജുനൂദും മുജന്നദത്തും വർഗീകരിക്കപ്പെട്ട ഒരു കൂട്ടം വർഗങ്ങളാണ്, അല്ലെങ്കിൽ സമാഹരിക്കപ്പെട്ട ഓരോ കൂട്ടങ്ങളാകുന്നു ആത്മാക്കൾ എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിവരിക്കുന്ന ബാബ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ ഒരു ബാബായിട്ട് മഹാനവറുകൾ ആ ഹദീസ് കൊടുക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിക്കുന്നതായി, സമിഅ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ അൽ അർവാഹു ജുനൂദും മുജന്നദ. അൽ അർവാഹ് ആത്മാക്കൾ എന്നത് ജുനൂദുൻ ഒരു കൂട്ടം സംഘമാണ്, ഒരുമിച്ച് കൂട്ടപ്പെട്ട സംഘങ്ങളാണ്, അല്ലെങ്കിൽ വർഗീകരിക്കപ്പെട്ട കുറെ വർഗങ്ങളാണ്. മുജന്നദത്തുൻ വർഗീകരിക്കപ്പെട്ട കൂട്ടുകൂട്ടാക്കപ്പെട്ട കുറെ വർഗങ്ങൾ. ഒന്നിച്ച് ആലമുൽ അർവാഹിൽ ഒരു കൂട്ടമല്ലെന്നർത്ഥം, പല കൂട്ടങ്ങളാണ്. ആ പല കൂട്ടങ്ങളിൽ വെച്ച് ഫമാ തആറഫ മിൻഹാ ആത്മീയ ലോകത്ത് വെച്ച് തമ്മിൽ പരിചയപ്പെട്ടത് ഇഖ്തലഫ പ്രത്യക്ഷ ലോകത്ത് പദാർത്ഥ ലോകത്ത് മനുഷ്യനായി വരുമ്പോൾ അവർ തമ്മിൽ ഇണക്കം വരുന്നു, അവർ തമ്മിൽ യോജിക്കുന്നു. വമാ തനാകറ മിൻ ഇഖ്തലഫ അവിടെ വെച്ച് അപരിചിതത്വമുള്ളവരോ ഇവിടെ വന്നാൽ അപരിചിതരുമായിരിക്കും. ആത്മീയ ലോകത്തെ പരിചയമാണ് ഇവിടത്തെ പരിചയത്തിന്റെ മാനദണ്ഡം. ആത്മീയ ലോകത്ത് പരിചയമില്ലായ്മയാണ് ഇവിടെ അപരിചിതത്വത്തിന്റെ മാനദണ്ഡം. അല്ലാഹുവിന്റെ റസൂൽ വിവരിക്കാണ്, അമേരിക്കയിലുള്ള മനുഷ്യരും നമ്മളും തമ്മിൽ എന്തുകൊണ്ട് ബന്ധമില്ല? വെബ്സൈറ്റിലും മറ്റൊക്കെ ബന്ധപ്പെടാം, അതല്ല പറയുന്നത് നമ്മള്. ഇന്റർനെറ്റും മറ്റൊക്കെ ഉള്ള ബന്ധം, അതും ബന്ധം തന്നെ. ഇപ്പൊ ആ ഒരു ബന്ധമൊന്നുമില്ലാതെ എന്നെ പോലത്തെ കുറെ സാധുക്കൾ ജീവിക്കുന്നുണ്ടല്ലോ. അമേരിക്കയിലെ കുറെ ആളുകളുമായി നമുക്ക് ബന്ധമില്ല. എന്തായി ബന്ധമില്ലായ്മക്ക് കാരണം? ഞങ്ങൾ ആത്മീയ ലോകത്ത് പരിചയപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ അർവാഹ് ദിക്കുകൾ വ്യത്യാസത്തിലായിരുന്നു. ആത്മീയ ലോകത്ത് അമേരിക്കയിലും ഞാൻ മമ്പാടുമായിരുന്നു, അവർ അമേരിക്കയിലും മമ്പാടിലെ ആത്മീയ ലോകത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെയും അമേരിക്കയിലും മമ്പാടും തന്നെയായിരിക്കും. അപ്പൊ ആത്മീയ ലോകത്തുള്ള സമ്മേളിക്കപ്പെട്ട കൂട്ടങ്ങളിൽ ഒരു കൂട്ടത്തിലുള്ളവർ തമ്മിൽ പരസ്പരം ബന്ധമുള്ള പോലെ, ആ കൂട്ടത്തിൽ നിന്ന് തന്നെ മറ്റൊരു കൂട്ടത്തിലുള്ളവരുമായി പരിചയപ്പെടുന്നത് പോലെ ഇവിടെയും മനുഷ്യന്മാർ കൂട്ടത്തിലുള്ളവർ തമ്മിൽ പരിചയമുണ്ട്. ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നവർ തമ്മിൽ ബന്ധമുണ്ട്. ഒരു സ്ഥാപനത്തിലെ കൂട്ടക്കാർ മറുസ്ഥാപനത്തിലെ കൂട്ടക്കാരുമായി ചിലപ്പോൾ ബന്ധപ്പെടും, ചിലപ്പോൾ ബന്ധപ്പെടില്ല. അത് അവിടെ വെച്ച് പരിചയപ്പെട്ടില്ല, ബന്ധപ്പെട്ടില്ല.
അപ്പൊ ആത്മീയ ലോകത്തെ പരിചയത്തിന്റെയും ബന്ധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യക്ഷ ലോകത്തെ ഇന്ദ്രിയ ലോകത്തെ ബന്ധത്തിന്റെ പോലും കിടപ്പെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്. ഇമാം ഖത്താബി ഇതിനെ വ്യാഖ്യാനിക്കുന്നത് വയഹ്തമിലു അൻ യുറാദ അൽ ഇഖ്ബാറു അൻ ബദീഇൽ ഖൽഖ് ഫീ ഹാലിൽ ഗൈബ് അലാ മാ ജാ അന്നൽ അർവാഹ ഖുലിഖത് ഖബ്ല അൽ അജ്സാം. ശരീരങ്ങൾക്ക് മുൻപ് ആത്മാക്കളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന മാനദണ്ഡം വെച്ച് ഈ ശാരീര ലോകത്തുള്ള ബന്ധത്തിന്റെ മുൻപേ ആത്മീയ ലോകത്ത് വെച്ച് അദൃശ്യ ലോകത്ത് വെച്ച് അല്ലാഹു തആലാന്റെ പടപ്പുകൾ തമ്മിലുള്ള ബന്ധവും ആത്മീയ ലോകത്തുള്ള മനുഷ്യന്റെ ആദ്യത്തെ സൃഷ്ടിപ്പും സംബന്ധിച്ചാണ് ഇതിലെ വിവരം. അവിടെ വെച്ച് സമ്മേളിക്കുകയും അവിടെ വെച്ച് കൂടിച്ചേരുകയും ചെയ്തിരുന്നവരും അവിടെ വെച്ച് ഇണക്കമില്ലാതായി തീർന്നവരും ആ കൂട്ടത്തിലുണ്ട്. അതേ ആത്മാക്കൾ ശരീരത്തിൽ വരുമ്പോൾ പഴയ കാലത്തെ ബന്ധം വെച്ച് പഴയ അനുഭവം വെച്ചുകൊണ്ടാണ് ഇവിടെ അവരുടെ ബന്ധങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെടുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയാണ് ഈ ഹദീസിന്റെ ഉദ്ദേശ്യമെന്ന് മഹാനായ ഇമാം ഖത്താബിയെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിനെ വിവരിക്കുന്നുണ്ട്. കിതാബു അഹാദീസിൽ അംബിയായിലെ 2ാമത്തെ അധ്യായം തന്നെ ബാബു അൽ അർവാഹു ജുനൂദും മുജന്നദാണ്. അപ്പൊ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വിവരണം വെച്ച് ചിന്തിക്കുമ്പോൾ ആത്മീയ ലോകത്തെ പരിചയത്തിന്റെ വെളിച്ചത്തിലാണ് ഇവിടത്തെ പരിചയമെന്ന് വരെ ആലോചിക്കുമ്പോൾ ആത്മാവിന്റെ ബന്ധം ചെറുതായി കണ്ടുകൂടാ, നമ്മുടെ ആത്മാവിനെയും ചെറുതായി കണ്ടുകൂടാ, നമ്മുടെ ആത്മാവിന്റെ സിദ്ധികളെ നിഷേധിച്ചുകൂടാ. ഇവിടത്തെ സിദ്ധികളെക്കാൾ കരുത്ത സിദ്ധികൾ ആത്മാക്കൾക്ക് ആത്മീയ ലോകത്തുണ്ട്. ആത്മീയ ലോകത്ത് ശരീരത്തിലേക്ക് വരുന്നതിന് മുൻപുള്ളതാണ് ഈ പറഞ്ഞ ബന്ധമെങ്കിൽ ശരീരത്തിൽ വന്ന ശേഷം ശരീരത്തിൽ നിന്ന് വേർപെട്ടിട്ട് പോകുമ്പോൾ ഈ വേർപെട്ട ആത്മാക്കൾക്ക് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട പ്രത്യേക ശരീരവുമായിട്ടുള്ള ബന്ധം? ഇതാണ് ബർസഖി ജീവിതത്തിലെ ബന്ധത്തിലെ പ്രധാന പോയിന്റ്. ഇവിടെയാണ് പരലോക ജീവിതത്തിന്റെ മുൻപുള്ള മരിച്ചവരുടെ ലോകത്തിലെ പ്രധാന മർമ്മം. ഈ മർമ്മസ്ഥാനത്തെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്താം. ഏതൊരാത്മീയ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ആത്മാവും ആ ആത്മാവിനെ ബന്ധപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ശരീരത്തിലേക്ക് വരുന്നത് ഉമ്മയുടെ ഉദരത്തിൽ നിൽക്കുന്ന ഗർഭപാത്രത്തിൽ താമസിക്കുന്ന ഗർഭസ്ഥ ശിശുവിന്റെ 4ാം മാസത്തിലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതെല്ലാവരും വിശ്വസിക്കുന്നതും അനുഭവിക്കുന്നതുമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയതുമാണ്. നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ കൂടി നബി അവിടെ വ്യക്തമാക്കിയെന്നു മാത്രം. ഈ ആത്മാവിനെ ബന്ധപ്പെടുത്തുന്നത് അള്ളാഹു അതിനായി നിശ്ചയിച്ച മലക്കാണ്. ഇത് മുസ്ലിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന റസൂലിൽ വിശ്വസിക്കുന്നവർക്കല്ലാതെ വിശ്വസിക്കാൻ കഴിയില്ല. ആ മലക്ക് ബന്ധപ്പെടുത്തുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആ മലക്ക് ചെയ്തു വെക്കുന്നുണ്ട്. അള്ളാന്റെ നിർദ്ദേശപ്രകാരം ഇയാൾ കഴിക്കുന്ന ആഹാരങ്ങളുടെയും ജീവിത വിഭവങ്ങളുടെയും കാര്യം, ഇയാൾ പരലോകത്ത് രക്ഷപ്പെട്ടവനാണോ അതല്ല നരകക്കാരനാണോ എന്ന കാര്യം, ഇയാൾക്കുള്ള ആയുസ്സിന്റെ കാര്യം, ഇത്തരം കാര്യങ്ങളൊക്കെയും രേഖപ്പെടുത്തി വെക്കുകയും നിശ്ചയിച്ചു വെക്കുകയും അള്ളാഹുവിന്റെ ഇയാളുമായി ബന്ധപ്പെട്ട അറിവിനെ മലക്ക് പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ട് ഇയാൾ കഴുത്തിൽ തൂക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വിവരം വെച്ച് നമ്മൾ വിശ്വസിക്കേണ്ടവരാണ്. കഴുത്തു തൂക്കുമ്പോൾ മാലൊന്നും കാണൂല. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നതായ റിക്കാർഡും മലക്കുകൾ കഴുത്തിൽ തൂക്കുന്നുണ്ട്. ഈ കഴുത്തിൽ തൂക്കുന്ന റിക്കാർഡ് പരലോകത്ത് വെച്ച് വെളിപ്പെടുത്തും. ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി, നിന്റെ എഴുത്ത് തന്നെ മതി, നിന്റെ രേഖ തന്നെ മതി എന്ന് പറഞ്ഞ് നമ്മോട് ആ ഗ്രന്ഥം വായിപ്പിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് കഴുത്തിലിടും പോലെ നമ്മെ സംബന്ധിച്ച വിവരം 4ാം മാസത്തിൽ റൂഹൂദാൻ വേണ്ടി വരുന്ന മലക്ക് അള്ളാഹുവിനോട് പ്രത്യേകം അന്വേഷിച്ച് ഇയാളുടെ വ്യക്തമായ അവസ്ഥ എന്ത് എന്ന് ചോദിച്ച് രേഖപ്പെടുത്തുമെന്ന് സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഇത് ഇമാം ബുഖാരിയും മറ്റും നിവേദനം ചെയ്ത ഹദീസിലുള്ളതുമാണ്. അപ്പൊ ഈ ഹദീസ് വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആത്മാക്കൾ ഓരോന്നും ഓരോ ശരീരവുമായി പ്രത്യേകം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എങ്ങനെയാണ് ഈ ആത്മാക്കൾ നമുക്കറിയില്ല. അതിന്റെ നിർവചനമോ വിവരണമോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമില്ല. നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ അത് പറഞ്ഞാൽ ബോധ്യപ്പെടുന്ന
വിജ്ഞന്മാർക്കും ബുദ്ധിജീവികൾക്കും വിവരസ്ഥന്മാർക്കും വേണ്ടി നൽകിയിട്ടുള്ള വിവരണമാണ്. സാധാരണക്കാരുടെ പൊതുജനങ്ങളുടെ മുൻപിൽ കൈകൊള്ളേണ്ട നയം വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. നിങ്ങൾക്കത് പറഞ്ഞാൽ തിരിയില്ല, എന്റെ റബ്ബിന്റെ ആലമുൽ അംറിൽ പെട്ടതാകുന്നു ആത്മാവ് എന്ന് മറുപടി പറഞ്ഞേക്കൂ എന്നാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് നബി തങ്ങൾ നൽകിയ വിവരം വെച്ച് ഓരോരുത്തന്റെയും ആത്മാവിന്റെ പൂർണ്ണമായ വിവരണം അസാധ്യമാണ്. എന്നാൽ നമ്മുടെ ആത്മാവ് നമ്മുടേതാണ്. നമ്മുടേതാകാതിരിക്കാൻ വയ്യ. നമ്മുടേത് പറഞ്ഞാൽ നമ്മുടെ ഉടമസ്ഥയിൽ എന്നല്ല ഞാൻ പറയുന്നത്, നമ്മളുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മളുമായി മാത്രം ബന്ധപ്പെടുന്നത് എന്തുകൊണ്ട്? നമ്മുടെ കർമ്മങ്ങൾക്കുള്ള ശിക്ഷയിലും രക്ഷയിലും ഈ ആത്മാവ് ബന്ധപ്പെടുന്നുണ്ട്. നാളെ ആഖിറത്തിൽ നമ്മുടെ ജഡത്തെ ഒരുമിച്ച് കൂട്ടിയിട്ട് പുനർജനിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ഇതേ ആത്മാവ് നമ്മുടെ വ്യക്തമായ ശരീരവുമായി ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മുഹമ്മദിന്റെ ആത്മാവല്ല അബൂബക്കറിന്റെ, അബൂബക്കറിന്റെ ആത്മാവല്ല ഖാലിദിന്റെ, മുഹമ്മദിന്റെ ആത്മാവല്ല ഹുസൈന്റെ. ഓരോരുത്തന്റെയും ആത്മാവ് വേറെയാണ്. ഖാസായ വിശേഷപ്പെട്ട ഓരോരുത്തന്റെയും ആത്മാവ് അവന്റെ ഖാസായ ശരീരവുമായി ബന്ധപ്പെടുന്നത് ഉമ്മയുടെ ഉദരത്തിൽ നിൽക്കുന്ന 4-ാം മാസം. ഈ 4-ാം മാസത്തിൽ ബന്ധപ്പെട്ട ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിലക്കൊള്ളുമ്പോഴുള്ള അവസ്ഥ ഇവിടെ പ്രമേയമല്ല, ഇവിടെ ചർച്ചാ വിഷയവുമല്ല. ഇത് ശരീരത്തിൽ നിന്ന് വേർപെട്ടിട്ട് ഈ ആത്മാക്കൾക്ക് ശരീരത്തിൽ ഇരിക്കുമ്പോഴുള്ള സിദ്ധികളും ശരീരത്തിൽ ഇരിക്കുമ്പോഴുള്ള അവസ്ഥകളുമൊക്കെ ഉണ്ടോ? അതിനേക്കാൾ കൂടിയ അവസ്ഥയാണോ? അത്രയെങ്കിലുമുള്ള അവസ്ഥയുണ്ടോ? ഇതൊക്കെ നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ വെച്ച വിവരപ്രകാരം, റസൂൽ നൽകിയ വിവരണപ്രകാരം നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മുടെ ഇമാമുകൾ വിവരിച്ച ഗ്രന്ഥങ്ങളാണ്, ഞാൻ നേരത്തെ വിവരിച്ച ഗ്രന്ഥങ്ങൾ. അത്തരം ഗ്രന്ഥങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കി ബഹുമാനപ്പെട്ട ഇമാമുകൾ നമ്മുടെ ആത്മാവിന്റെ മരണപ്പെട്ട ശേഷമുള്ള സ്ഥിതിയെ സംബന്ധിച്ച് ഹദീസുകളിലും മറ്റുമുള്ള എല്ലാ വിവരണങ്ങളും അപഗ്രഥിച്ചു മനസ്സിലാക്കിയിട്ട് മഹാനായ ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു, പിൻഗാമികളിൽ വളരെ വലിയ മഹാനും ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള മഹാൻ, 600-ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഇമാം സുയൂത്തി തന്റെ വിശുദ്ധമായ വിശ്രുതമായ ബർസഖി ജീവിതത്തെ വിവരിച്ചുകൊണ്ട് മാത്രം രചിച്ച തന്റെ ഒരു ലഘുകൃതി ഇവിടെ ഒരൽപ്പം വായിച്ചുകൊണ്ട് പരലോകത്തേക്ക് എത്തുന്നതിന്റെ മുൻപ് പരേതാത്മാക്കളുടെ ലോകത്തുള്ള, മരിച്ചവരുടെ ലോകത്തുള്ള ആത്മാക്കളുടെ സ്ഥിതി നമുക്കൊരൽപ്പം വിലയിരുത്തി മനസ്സിലാക്കാം. ഹദീസുകളിൽ ലഭ്യമായ വിവരം മാത്രമാണ് ഇതിന് അടിസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞു. ഈ അടിസ്ഥാനം വിശ്വസിക്കാൻ മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂവെന്നും ഞാൻ പറഞ്ഞു. ആ ഹദീസുകൾ വെച്ച് മഹാനവറുകൾ വിവരിക്കുന്ന തന്റെ ലഘുകൃതിയാണ് അൽ-ലുംഅ ഫീ അജ്വിബത്തിൽ അസ്ഇലത്തി സബ്അ. 7 ചോദ്യങ്ങളെ അധികരിച്ചിട്ടുള്ള മറുപടികൾ മഹാനായ ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു അവതരിപ്പിക്കുകയാണ്. 7 ചോദ്യങ്ങൾ പരേതാത്മാക്കളെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ ചോദിക്കുന്നു, നമ്മുടെ സംശയങ്ങൾ. ആ ചോദ്യത്തിന്റെ മറുപടി അദ്ദേഹം തന്നെ നൽകുന്നു. എന്താണ് അദ്ദേഹം പറയുന്ന ചോദ്യം? മസ്അല ഹൽ യഅലമുൽ അംവാതു ബിസിയാറത്തിൽ അഹ്യാഇ വബിമാ ഹും ഫീഹി. മരിച്ചുപോയ പരേതാത്മാക്കൾ ജീവിച്ചിരിക്കുന്നവർ അവരെ സന്ദർശിക്കുമ്പോൾ ഈ സന്ദർശിക്കുന്ന വിവരം പരേതാത്മാക്കൾ അറിയുമോ? നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴോ മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുമ്പോഴോ പരേതാത്മാക്കൾ നമ്മൾ ചെല്ലുന്നതും സന്ദർശിക്കുന്നതും അറിയുമോ? മയ്യത്ത് കാണാൻ പോകുമ്പോഴോ മറമാടിയ ശേഷം ഖബർ കാണാൻ പോകുമ്പോഴോ നമ്മൾ ചെല്ലുന്നത് മരണപ്പെട്ടവർ അറിയുമോ? വബിമാ ഹും ഫീഹി. ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥകളും അവരുടെ ജീവിതത്തിന്റെ നിലവാരങ്ങളും അവരുടെ തെറ്റുകുറ്റങ്ങളും മരിച്ചവരറിയുമോ? ഒന്നാമത്തെ ചോദ്യം. വഹൽ യസ്മഉൽ മയ്യിതു കലാമൻ നാസി വമാ യുഖാലു ഫീഹി. മനുഷ്യന്മാർ അവരോട് സംസാരിക്കുന്നത് മയ്യത്ത് കേൾക്കുമോ? മയ്യത്തിന്റെ കാര്യത്തിൽ നമ്മളിവിടെ വല്ലതും സംസാരിച്ചാൽ അത് മയ്യത്ത് കേൾക്കുമോ? വഅയ്ന മഖറുൽ അർവാഹ്. പരേതാത്മാക്കൾ ആത്മാക്കളായി എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് അവരുടെ സങ്കേതം? വഹൽ തജ്തമിഉ വയറാ ബഅദുഹും ബഅദ. എവിടെയാണ് അവരുടെ സങ്കേതമെങ്കിലും അവർ തമ്മിൽ യോഗം കൂടാറുണ്ടോ? തമ്മിൽ കാണുമോ? പരേതാത്മാക്കൾക്ക് ഇവിടെ നമ്മൾ സമ്മേളിക്കുന്നത് പോലെ സദസ്സുകൾ ഉണ്ടാകുമോ? ഇവിടുത്തെ നേർക്കുനേറുണ്ടോ? ഇവിടുത്തെ മുഖാമുഖം പോലെ മുഖാമുഖമുണ്ടോ? ഇവിടുത്തെ പ്രസംഗം പോലെ പ്രസംഗമുണ്ടോ? ഇവിടെ നടക്കുന്നത് പോലുള്ള സമ്മേളനങ്ങളും സമ്മേളിക്കലുകളും കാഴ്ചകളും അവിടെയുണ്ടോ? വഹൽ യുസ്അലു ശഹീദു വത്തിഫ്ലു. രക്തസാക്ഷിയായ ഷഹീദും ഇസ്ലാമിന് വേണ്ടി രക്തം കൊടുത്ത ഷഹീദും പ്രായപൂർത്തിയെത്തും മുൻപ് മരണപ്പെട്ട കുട്ടിയും ഖബറിന്റെ അകത്ത് ചോദ്യം ചെയ്യപ്പെടുമോ? ഖബറിന്റെ അകത്ത് ഫിത്നയിൽ അവർക്ക് പങ്കുണ്ടോ?
ഇത്രയും ചോദ്യങ്ങൾ 7 ചോദ്യങ്ങളായി അവതരിപ്പിച്ചിട്ട് മഹാനായ ഇമാം സുയൂത്തി തങ്ങളവറുകൾ പറയുന്നു, ഹാദിഹി മസാഇലു മുഹിമ്മ, ഇത് വളരെ അത്യാവശ്യപ്പെട്ടതും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് വളരെ ഹമ്മും ദുഃഖവും ഉണ്ടായിത്തീരുന്നതുമായ വിഷയങ്ങളാണ്. കല്ലമൻ തകല്ലമ അലൈഹാ ബിമാ യശ്ഫി, നല്ല സംതൃപ്തി നൽകുന്ന വിധം ഇക്കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച ഇമാമുകൾ വളരെ കുറവേ. വഅന ഇൻഷാ അല്ലാഹ്, നാം ഇൻഷാ അല്ലാഹ് അതതബ്ബഉൽ അഹാദീസ വൽ ആസാറൽ വാരിദത ഫീ ദാലിക, ഇവിഷയകമായി വന്ന പണ്ഡിതന്മാരുടെയും സ്വഹാബത്തിന്റെയും ഉദ്ധരണികളും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളും നല്ലപോലെ പരിശോധിച്ച് വളരെ സുന്ദരമായി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ കിതാബ് തുടങ്ങുന്നത് തന്നെ ഒരു ഹർഫ് കളയാതെയാണ് വായിക്കുന്നത്. മഹാനായ ഇമാം സുയൂത്തി പറയുന്നു, അമ്മൽ മസ്അലത്തുൽ ഊല, ഒന്നാമത്തെ വിഷയം എന്താ? ഒന്നാമത്തെ വിഷയം മരണപ്പെട്ടവരെ സന്ദർശിക്കുന്നത് മരണപ്പെട്ടവർ അറിയുമോ? മരണപ്പെട്ടവരെ സന്ദർശിക്കുന്നത് മരണപ്പെട്ടവർ അറിയുമോ എന്ന ചോദ്യത്തിനും മരണപ്പെട്ടവർ മരിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരുള്ള അവസ്ഥകൾ അറിയുമോ എന്ന ചോദ്യത്തിനും മഹാനൻ നൽകുന്ന മറുപടി ഫനഅം, അതെ, യഅലമൂന ബിദാലിക, സന്ദർശകരുടെ സന്ദർശനം കൊണ്ടവർ അറിയും. സന്ദർശകരായിട്ടുള്ള ജീവിച്ചിരിക്കുന്നവർ ഇവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും മരിച്ചവർ അറിയും. ഇതൊക്കെ എങ്ങനെയെന്ന് ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ട. അള്ളാഹുവിന്റെ റസൂൽ വിവരിച്ചു തരുന്ന വിവരണം അംഗീകരിക്കാൻ ബാധ്യസ്ഥരായ റസൂലിന്റെ അനുയായികൾ, അള്ളാഹുവിൽ വിശ്വാസമുള്ള സത്യവിശ്വാസികൾ, അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസ് വെച്ചുകൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ആ ഹദീസുകൾ പരിശോധിച്ച് സവിസ്തരം വിവരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി നമ്മെ വിവരിക്കുന്നത്. روى ابن أبي الدنيا في كتاب القبور من حديث عائشة رضي الله عنها أنها قالت, ഇബ്നു അബി ദുനിയ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ആയിഷ ബീവി പറഞ്ഞുവെന്ന്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിർ റജുലി യസൂറു ഖബ്റ അഖീഹി വയജ്ലിസു അലൈഹി ഇല്ല ഇസ്തഅനസ ബിഹി വറദ്ദ അലൈഹി ഹത്താ യഖൂം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ്, മാ മിർ റജുലിൻ, ഒരാളുമില്ല, യസൂറു ഖബ്റ അഖീഹി, തന്റെ സുഹൃത്തിന്റെയും സഹോദരന്റെയും ഖബർ സന്ദർശിക്കുന്നവരാൾ, വയജ്ലിസു അലൈഹി, ആ ഖബറിന്റെ അരികിൽ പോയി ഇരിക്കുന്നയാൾ, ഇല്ലസ്തഅനസ ബിഹി, അയാളുടെ സന്ദർശനം കൊണ്ടും അയാളുടെ ഇരുത്തം കൊണ്ടും മരണപ്പെട്ട് കിടക്കുന്ന ഖബറിലെ മയ്യിത്ത് സന്തോഷം കൊള്ളും, അയാൾ ഊറ്റം കൊള്ളും, അയാൾക്ക് ഏകാന്തത പോകും, അയാൾക്ക് കൂട്ടുജീവിതം കിട്ടും, സന്തോഷം കിട്ടും. വറദ്ദ അലൈഹി, അങ്ങോട്ട് പറയുന്നതിന് പ്രതികരണം നടത്തും, സലാം ചൊല്ലിയാൽ മടക്കും. ഹത്താ യഖൂമ, അയാൾ എഴുന്നേറ്റ് പോകുന്നത് വരെ ഈ അറിവ് നിലനിൽക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി തന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു. ഇബ്നു അബി ദുനിയ വറവബ്നു അബ്ദുൽ ബർരി ഫിൽ ഇസ്തിദ്കാരി വത്തംഹീദ്, ഇബ്നു അബ്ദുൽ ബർ തന്റെ ഇസ്തിദ്കാറിലും തംഹീദിലും മിൻ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസിന്റെ ഹദീസിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അന്നഹു ഖാൽ, ഇബ്നു അബ്ബാസ് പറഞ്ഞുവെന്ന്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ അഹദിൻ യമുറു ബിഖബ്രി അഖീഹിൽ മുഅ്മിനി കാന യഅരിഫുഹു ഫിദ് ദുനിയ ഫയുസല്ലിമു അലൈഹി ഇല്ലാ അറഫഹു വറദ്ദ അലൈഹി സലാം. ഒരു മുസ്ലിമായ മനുഷ്യൻ തന്റെ സഹോദരനെ, മുൻപ് പരിചയമുള്ള സഹോദരനെ സിയാറത്ത് ചെയ്താൽ, ആ സിയാറത്ത് ചെയ്യുമ്പോൾ ഖബറിന്റെ മുകളിൽ നിന്ന് സലാം പറഞ്ഞാൽ, ആ സലാം പറഞ്ഞ ആളെയും സന്ദർശനവും ഖബറാളി അറിയും, സലാം മടക്കുകയും ചെയ്യും. സ്വഹഹഹു അബൂ മുഹമ്മദ് അബ്ദുൽ ഹഖ്, ഇവർ ഈ ഹദീസിനെ സ്വഹീഹാക്കിയിരിക്കുന്നു. وروى ابن أبي الدنيا في كتاب القبور عن محمد بن قدامة الجوهري عن معن بن عيسى القزاز عن هشام بن سعيد عن زيد بن أسلم عن أبي هريرة رضي الله عنه أنه قال, إذا مر الرجل بقبر يعرفه فسلم عليه رد عليه السلام وعرفه, وإذا مر بقبر لا يعرفه فسلم عليه رد عليه السلام. പരിചയമുള്ള ഖബറാളി പരിചയപ്പെടുകയും ഇന്ന ആളാണ് ആ പോയതെന്ന് മനസ്സിലാക്കുകയും സലാം മടക്കുകയും ചെയ്യും. പരിചയമില്ലാത്തയാൾ അപരിചിതത്വത്തിൽ തന്നെ എന്നാലും സലാം പറഞ്ഞത് മടക്കും. ഖാല റസൂലുള്ളാഹി വറവാ ഫീഹി അൻ മുഹമ്മദ് ബിൻ വാസിഇൻ അന്നഹു ഖാൽ, ബലഗനി അന്നൽ മൗത യഅലമൂന ബിസുഫാരിഹിം യൗമൽ ജുമുഅത്തി വയൗമൻ ഖബ്ലഹു വയൗമൻ ബഅദഹു. മുഹമ്മദ് ബിൻ വാസി എന്ന താബിഈങ്ങളിൽപ്പെട്ട മഹാൻ പറയുന്നു, സ്വഹാബികളിൽ നിന്നും എനിക്ക് കിട്ടി, അന്നൽ മൗത, മരണപ്പെട്ടവർ അവരുടെ ലോകത്ത്, യഅലമൂന, അവർ അറിയും, ബിസുവാരിഹിം, അവർ സന്ദർശിക്കുന്ന സന്ദർശകരെ കൊണ്ട്, യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ചയുടെ നാൾ,
വയൗമൻ ഖബലഹു അതിന്റെ തലേനാൾ വ്യാഴാഴ്ചയും വയൗമൻ ബഅദഹു പിറ്റേനാൾ ശനിയാഴ്ചയും. ഈ 3 ദിവസവും പ്രത്യേക ബന്ധത്തിൽ തന്നെ അറിയുമെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അല്ലാത്ത ദിവസങ്ങളിലും അറിയും. ഈ 3 ദിവസങ്ങളിൽ പ്രത്യേക ബന്ധത്തോടുകൂടെ സജീവമായവർ അറിവുണ്ടാകുമെന്നാണ് ഈ ഹദീസിന്റെ താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ വിശദീകരിക്കുന്നു. വഅനിൽ വഹാഖ് താബിഈങ്ങളിൽപ്പെട്ട വഹാഖ് എന്നവർ പറയുന്നു, മൻസാറ ഖബ്റൻ യൗമസ്സബ്തി ഖബ്ല തുലൂഇ ശംസി അലിമൽ മയ്യിതു ബിസിയാറതിഹി. ശനിയാഴ്ചണ്ടെന്ന് സൂര്യനുദിക്കും മുൻപ് ഒരാൾ ഖബർ സന്ദർശിച്ചാൽ ആ ഖബറിലെ മയ്യത്ത് സന്ദർശകനെ കൊണ്ടും സന്ദർശന വിവരവും അറിയും. ഖീലലഹു അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, വ കൈഫ ദാലിക ശനിയാഴ്ച എന്താണ് അങ്ങനെ അറിയാൻ? ഖാല ലിമകാനി യൗമിൽ ജുമുഅ വെള്ളിയാഴ്ചന്റെ സ്ഥാനം കൊണ്ട് ശനിയാഴ്ച കൂടി അറിവ് നിലനിൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. അപ്പൊ വെള്ളിയാഴ്ച ഏതായാലും അറിയാലോ. അപ്പൊ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും പ്രത്യേകമായി തന്നെ ഖബറാളി അറിയും. ഒരു വിഷയം ഇമാം സുയൂത്തി ഒരു വിഷയം അവതരിപ്പിച്ചു. വഅമ്മൽ മസ്അലത്തു സാനിയ രണ്ടാമത്തെ വിഷയം എന്താണ്? വബിമാഹും ഫീഹി ജീവിച്ചിരിക്കുന്നവർ ഇവിടെ നടത്തുന്ന പ്രവർത്തനം മരിച്ചവരറിയുമോ? കോട്ടക്കലിലെ ഈ ഹാളിൽ നമ്മൾ ഒത്തുകൂടി ഇവിടെ നടത്തുന്ന ഈ പരിപാടി നമ്മുടെ മരണപ്പെട്ട ഉസ്താദുമാരും മശായിഖുമാരും നമ്മുടെ ഉറ്റവരും കുടുംബങ്ങളും അറിയുമോ? ഇവിടെ നമ്മൾ ഒത്തുകൂടിയവരൊക്കെ മയ്യിത്തറിയുമോ? മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രണ്ടാമത് പറഞ്ഞ ചോദ്യം അദ്ദേഹം വിവരിക്കുന്നു. വഹിയ ഇൽമുൽ അംവാതി ബി അഹ്വാലിൽ അഹ്യാഇ വബിമാ ഹും ഫീഹി ഫനഅം അയ്ദൻ. സന്ദർശകനും സന്ദർശകന്റെ സലാമും അറിയുകയും കേൾക്കുകയും ചെയ്യും പോലെ ജീവിച്ചിരിക്കുന്നവരുടെ വിവരങ്ങളെല്ലാം മരിച്ചവരറിയും. അയ്ദൻ സന്ദർശകരറിയും പോലെ തന്നെ സന്ദർശന വിവരമറിയും പോലെ ജീവിച്ചിരിക്കുന്നവരുടെ പ്രവർത്തനങ്ങളും മരിച്ചവരറിയും, പരലോകത്തറിയും. റവൽ ഇമാമു അഹ്മദ് ഫീ മുസ്നദിഹി قال حدثنا عبد الرزاق عن سفيان عمن سمع أنس بن مالك رضي الله عنه وعنهم أنه قال قال رسول الله صلى الله عليه وسلم إن أعمالكم تعرض على أقاربكم وعشائركم من الأموات فإن كان خيرا استبشروا وإن كان غير ذلك قالوا اللهم لا تمتهم حتى تهديهم كما هديتنا. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി പ്രസ്താവിച്ചു, ഇന്ന അഅമാലക്കും നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ തുഅറദു അലാ അഖാരിബിക്കും വഅശായിരിക്കും നിങ്ങളുടെ ഉറ്റ ബന്ധുക്കളുടെ മേലും അകന്ന ബന്ധുക്കളുടെ മേലും വെളിപ്പെടുത്തപ്പെടും. മിനൽ അംവാത് മരിച്ചവരായ. ഫൈൻ കാന ഖൈറ നിങ്ങളുടെ കർമ്മങ്ങളിൽ നല്ലതു കണ്ടാൽ ഇസ്തബ്ശറൂ അവർ സന്തോഷിക്കും, പുളകം കൊള്ളും. വൈൻ കാന വൈറ ദാലിക തിന്മയും തെറ്റും കണ്ടാൽ ഖാലു പരേതാത്മാക്കളായ നല്ലവർ പറയും, അല്ലാഹുമ്മ ലാ തുമിത്തുഹും പടച്ചോനെ എന്റെ മക്കളും കുട്ടികളും ചെയ്യുന്ന ആ തെറ്റുകളിലായി നീ അവരെ മരിപ്പിക്കല്ലേ, അവർക്ക് കുറച്ചും കൂടി ആയുസ് നൽകി. വഹ്ദിഹിം ഹത്താ തഹ്ദിയഹും കമാ ഹദൈതനാ ഞങ്ങളെ ഹിദായത്താക്കിയതുപോലെ ഞങ്ങൾ ഈ സുഖമനുഭവിക്കുന്നത് പോലെ സുഖമനുഭവിക്കാൻ പാകമാകുന്ന വിധം അവർക്ക് സമയം നൽകി. എന്നിട്ട് ശേഷം തൗബ ചെയ്ത് നല്ലവരായിട്ട് മാത്രം മരിപ്പിക്ക് എന്ന് അവരുടെ ഉറ്റവർ അവർക്ക് വേണ്ടി അവരുടെ ലോകത്ത് വെച്ച് ദുആ ചെയ്യും തെറ്റുകൾ കണ്ടാലെന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞതായി ഇമാം അഹ്മദ്. وقال أبو داود الطيالسي في مسنده حدثنا السلط بن دينار عن الحسن عن جابر بن عبد الله رضي الله عنهما وعنهم أنه قال قال رسول الله صلى الله عليه وسلم إن أعمالكم تعرض على عشائركم وعلى أقاربكم في قبورهم فإن كان خيرا استبشروا به وإن كان غير ذلك قالوا اللهم ألهمهم أن يعملوا بطاعتك ത്വാഅത്ത് ചെയ്യാൻ വേണ്ടി തോന്നിപ്പിക്കുക എന്ന് തെറ്റ് കാണുമ്പോൾ ദുആ ചെയ്യും, നന്മ കാണുമ്പോൾ സന്തോഷിക്കും. ആദ്യത്തെ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം തന്നെ. وروى الطبراني في الأوسط من طريق مسلمة بن علي وهو ضعيف عن زيد بن أرقم عن زيد بن واقد وهشام بن الغاز عن مكحول عن عبد الرحمن بن سلامة عن أبي رهم عن أبي أيوب الأنصاري رضي الله عنه وعنهم أن رسول الله صلى الله عليه وسلم قال إن نفس المؤمن إذا قبضت تلقاها أهل الرحمة من عباد الله كما تلقون البشير من أهل الدنيا فيقولون انظروا صاحبكم ليستريح فإنه في كرب شديد ثم يسألونه ما فعل فلان وفلانا هل تزوجت فإذا سألوه عن الرجل قد مات قبله فيقول هيهات قد مات ذاك قبلي فيقولون إنا لله وإنا إليه راجعون ذهب به إلى أمه الهاوية
ഫബിഉസത്തിൽ വബിഉസത്തിൽ മുറബ്ബിയ. നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്ന ഒരു ഹദീസ് കേൾക്കൂ. ഇന്ന നഫ്സൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ ആത്മാവ് ഇദാ ഖുബിലത്ത്, അതിനെ ശരീരത്തിൽ നിന്ന് പിടിക്കപ്പെട്ടാൽ, തലഖാഹ അഹ്ലുർ റഹ്മത്തി മിൻ ഇബാദില്ലാ, അല്ലാഹുവിന്റെ അടിയങ്ങളിൽ നിന്നുള്ള റഹ്മത്തിന്റെ ആളുകൾ അതിനെ സ്വീകരിക്കും. പരലോകത്ത് ചെല്ലുന്നതിന്റെ മുൻപ് പരേതാത്മാക്കളുടെ ലോകത്ത് ചെല്ലുമ്പോ കമാ തലഖൗനൽ ബശീറ മിൻ അഹ്ലി ദുനിയ, ദുന്യാവിന്റെ ആൾക്കാര് നല്ലൊരു വിവരം തരാൻ സന്തോഷവും സമ്മാനവുമായി വരുമ്പോ അവരെ നിങ്ങൾ എങ്ങനെ എതിരേൽക്കും, വരവേൽക്കും? അപ്പോലെ ഇവിടെ നിന്ന് കടന്നു ചെല്ലുന്ന പരേതാത്മാക്കളെ, പുതുതായി കടന്നു ചെല്ലുന്ന മയ്യത്തിനെ അവിടെ നിലക്കൊള്ളുന്ന ആളുകൾ, അന്തേവാസികൾ സ്വീകരിക്കും. ഫയഖൂലൂന, അവർ പറയും, ഉന്നുറു സ്വാഹിബക്കും, നിങ്ങളൊരു ലേശം നിക്കി തിരക്കൂട്ടേ. എന്തൊക്കെയാ ദുന്യാവിലെ വർത്താനമെന്നറിയാം? കോട്ടക്കലിൽ നിന്നൊരാൾ മരണപ്പെട്ടു. കോട്ടക്കത്തെ ഒരു മയ്യത്ത് നല്ല ആത്മാവാണെങ്കിൽ ആത്മീയ ലോകത്തെത്തുമ്പോ പരേതാത്മാക്കൾ തിക്കും തിരക്കും കൂട്ടും. എന്താണ് കോട്ടക്കത്തെ വർത്താനം? കോട്ടക്കൽ ഇപ്പൊ നേർക്കുനേര് നടക്കല്ലേ, അവിടുത്തെ സ്ഥിതിഗതികൾ എന്ത്? ഇത് അന്വേഷിക്കാൻ വേണ്ടി തിരക്കൂട്ടുമ്പോ സുഹൃത്തുക്കൾ പറയും, കുറച്ച് താമസം ചെയ്യൂ, തിരക്കൂട്ടല്ലേ, ഇത് എസ്തരിഹ, വന്നവനൊന്ന് വിശ്രമിക്കട്ടെ, ഈ ലോകത്തേക്ക് വന്നതല്ലേ, ഒന്ന് വിശ്രമിക്കട്ടെ, ഒന്ന് തിരക്കൂട്ടല്ലേ. ഫഇന്നഹു ഫീ കർബിൻ ശദീദ്, വലിയൊരു വേദനയും പ്രതിസന്ധിയും കഴിഞ്ഞ് വന്നതല്ലേ, ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്ന ആ ഭീകരത ആസ്വദിച്ചു വന്നതാ, അനുഭവിച്ചു വന്നതല്ലേ. ആ അനുഭവങ്ങളുടെ ഭീകരതയിൽ നിന്നൊന്ന് മോചനം നേടട്ടെ, ഒന്ന് മനസ്സ് സമാധാനം വരട്ടെ. ശാന്തത കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് ഈ മയ്യത്തിനോട് ചോദിക്കും, മാ ഫുഇല ഫുലാൻ വ ഫുലാന, അല്ല നമ്മളെ മാമീന്റെ വർത്താനം എന്താ, നമ്മളെ ഖദീജന്റെ വർത്താനം എന്താ? ഈ വിവരങ്ങൾ ചോദിക്കും. ഹൽ തസവ്വജത്ത്, ഖദീജ കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കും. കല്യാണം കഴിച്ച വിവരം വരെ ചോദിക്കും. ഞാൻ പോന്നിട്ട് എന്റെ പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചോ എന്ന് പഴയ ഭർത്താവ് ചോദിക്കും. മരണപ്പെട്ടവർ പരേതാത്മാക്കൾ ലോകത്ത് ചോദിക്കും. ഇതൊക്കെ ശഫീഉനാ റസൂലുള്ളാഹി, ആത്മീയ ലോകത്തെ എല്ലാ സത്യങ്ങളും നമുക്ക് വിവരിച്ചു തരാൻ അർഹതപ്പെട്ട, അള്ളാഹു അതിനായി തെരഞ്ഞെടുത്ത, അത് കണ്ണുകൊണ്ട് കാണാൻ, മനസ്സുകൊണ്ട് കാണാൻ, നേരെ കണ്ണുകൊണ്ട് ശരിക്ക് തെളിയിച്ചു കാണാൻ അള്ളാഹു തെരഞ്ഞെടുത്ത അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നേരിട്ടു കണ്ടു നൽകിയ, അള്ളാഹു നേരിട്ടറിയിച്ചു നൽകിയ വിവരം വെച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. പെണ്ണ് കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കും, പുരുഷൻ കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കും. ഫൈദാ സാലൂഹു അനിർ റജുലി ഖദ് മാത ഖബല, ഇതിന്റെ നേരെ മുമ്പ് മരണപ്പെട്ട ആളെ കുറിച്ച് ചോദിച്ചാൽ, അയാൾ മോശപ്പെട്ട ആളാണെങ്കിൽ അയാളുടെ അവിടെ ചെന്നിട്ടില്ല, ചെല്ലാത്തവനെ കുറിച്ച് ചോദിക്കുമ്പോ എവിടെ ഇന്ന ആള് എന്ന് ചോദിക്കുമ്പോ, എവിടെ നമ്മളെ ജംഷീദ് എന്ന് ചോദിക്കുമ്പോ, ഞാൻ ഇവിടെ ജംഷീദ് ഉണ്ടെങ്കിൽ പ്രയാസാകരുത്, ആഖിറത്തിൽ ചെല്ലുമ്പോ നല്ല കൂട്ടരിൽപ്പെടാത്ത ഒരു ജംഷീദ് ചെല്ലുമ്പോ എവിടെ നമ്മളെ ജംഷീദ് ചോദിച്ചാൽ ചെല്ലുന്ന പുതിയ ആള് പറയും, മാത്തതാൽ കബലി, ഇന്ത്യക്ക് മുമ്പ് മരിച്ചു പോയില്ല, അത് എന്നെങ്ങാനും മരിച്ചു വയ്ക്കണം, എന്നാ പിന്നെ അത് നരകത്തിലാവും, ആ ഹാവി കൊണ്ടുപോയിട്ടുണ്ടാവും, നമ്മക്കറിയില്ല, എങ്കിൽ പോകട്ടെ അയാള് എന്ന് പറഞ്ഞ് അവർ സമാധാനിക്കും. ഇങ്ങനെ മരണപ്പെട്ടവർ ചെല്ലുമ്പോൾ സംഭവ ലോകത്തുള്ള, വർത്തമാന ലോകത്തുള്ള വിവരങ്ങൾ, ചൂടാറാത്ത വാർത്തകൾ പുതിയ മയ്യത്തിൽ നിന്ന് അവിടെ പണ്ടുപോയി നിൽക്കുന്ന പരേതാത്മാക്കൾ സമ്പാദിക്കുകയും അതിന്റെ പ്രതികരണങ്ങൾ അവരിൽ നിന്നുണ്ടായിത്തീരുകയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ വിവരിക്കുന്നു. വഖാൽ, നബി തങ്ങൾ തന്നെ വിവരിക്കുന്നു, ഇന്നാ അഅമാലകും തുഅറദു അലാ ഖാരിബികും വഅശായിരികും മിൻ അഹ്ലിൽ ആഖിറ ഫഇൻ കാന ഖൈറൻ ഫരിഹു വസ്തബ്ശിറു വഖാലു അല്ലാഹുമ്മ ഹാദാ ഫദ്ലുക ورحمتك فاتمم نعمتك عليه وامته عليها ويعرض عليهم عمر المسيء فيقولون اللهم الهمه عملا صالحا ترضى به وتقربه اليك. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം തന്നെ ورواه ابن ابي الدنيا في كتاب المنامات عن محمد بن الحسين عن محمد بن اسحاق عن عبد الله بن المبارك عن ثور بن يزيد عن ابي ركم عن ابي ايوب رضي الله عنه وعنكم انه قال അഅ്മാലുകും അലൽ മൗതാ എന്ന് തുടങ്ങുന്ന നീണ്ട ഹദീസുകൾ. ഈ ഹദീസിലൊക്കെ എന്താ പറയുന്നത്? മരണപ്പെട്ടവ പരേതാത്മാക്കൾ അവരുടെ പരേതാത്മാക്കളുടെ, അതായത് മരിച്ചവരുടെ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരുടെ വിവരങ്ങൾ അന്വേഷിച്ചറിയുകയും ചൂടാറാത്ത വാർത്തകൾ ചൂടാറാതെ തന്നെ കേൾക്കുകയും അതിന് മുൻപത്തെ വിവരങ്ങൾ അല്ലാതെ തന്നെ ചെന്നെത്തുകയും, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ മോശപ്പെട്ട തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ചെയ്യരുത് പടച്ചോനെ, അവർക്ക് അവസരം കൊടുക്കണേ ദുആ ചെയ്യുകയും ചെയ്യും. ഇനി വരുന്ന ഹദീസുകളിൽ കുട്ടികൾ നന്മ കണ്ടാൽ ആ കുട്ടികളുടെ നന്മ കണ്ടുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും,
കുട്ടികളുടെ സന്തോഷം കണ്ടുകൊണ്ട് പിതാക്കൾ സന്തോഷിക്കുമെന്നും എന്റെ കുട്ടികളാളാ നിസ്കരിക്കാൻ പോണ്, എന്റെ കുട്ടികളാ ഹജ്ജിന് പോകുന്നു എന്ന് മരണപ്പെട്ട ആൾക്കാർക്ക് സന്തോഷം കൊള്ളുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ വിവരിക്കുന്നു. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള ഹദീസ്, വസമിഅതു റസൂലല്ലാഹി യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടുവെന്ന് അദ്ദേഹം പറയുന്നു, അല്ലാഹ ഫീ ഇഖ്വാനികും മിൻ അഹ്ലിൽ ഖുബൂർ ഫഇന്ന അഅമാലകും തുഅറദു അലൈഹിം. അല്ലാഹ ഫീ ഇഖ്വാനികും മിൻ അഹ്ലിൽ ഖുബൂർ, ഖബറാളികളെ പറ്റി തോന്നിയാസം പറയരുത്, മരിച്ചുപോയവരെ പറ്റി വേണ്ടാത്തത് പറയരുത്, മരിച്ചുപോയവരെ ഗീബത്ത് പറയരുത് എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഖബറാളികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. നിങ്ങളുടെ ഖബറാളികൾ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അറിയും. അവരെപ്പറ്റി പറയുന്നത് മാത്രമല്ല, നിങ്ങളുടെ തെറി ജീവിതം അവർ കാണും. അങ്ങനെ കാണുമ്പോൾ അവർ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് പ്രയാസപ്പെടും. ഫഇന്ന അഅമാലകും തുഅറദു അലൈഹിം, നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ അവരുടെ മേൽ വെളിപ്പെടുത്തും. മഹാനായ മുജാഹിദ് എന്നവർ തൊട്ട് പറയുന്നു, ഇന്നഹു ലയബ്ശറു ബിസ്വലാഹി വലദിഹി മിൻ ബഅദിഹി ലിതഖറ ബിദാലിക ഐനുഹു. മകൻ നന്നായാൽ ആ മകന്റെ നല്ല ജീവിതം കൊണ്ടും തെറി ജീവിതം നയിച്ച മനുഷ്യൻ നന്നായാൽ അവന്റെ ഉമ്മ ബാപ്പാമാർ അവനെ കൊണ്ട് സന്തോഷിക്കും, പുളകം കൊള്ളും. തന്റെ ശേഷം മകൻ നന്നായാൽ, പശ്ചാത്തപിച്ച് നന്നായാൽ ആ കുട്ടിയെ കൊണ്ട് ഈ പിതാവിന്റെ കണ്ണ് കുളിർമയാകും, സന്തോഷിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ തൊട്ട് സ്വഹാബത്ത് ഉദ്ധരിക്കുന്ന കഥകളും ഹദീസുകളും ധാരാളം വിവരിച്ചുകൊണ്ട് നമ്മുടെ ലോകത്തുള്ള വിവരങ്ങളൊക്കെ പരേതാത്മാക്കൾ മരിച്ചവരുടെ ലോകത്ത് അറിയും. രണ്ടാമത്തെ ചോദ്യം. വഅമ്മൽ മസ്അലത്തു സാലിസ, മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഹൽ യസ്മഉൽ മയ്യിതു കലാമൻ നാസി വസനാഅഹും അലൈഹി വഖൗലഹും ഫീഹിം. മരിച്ച മയ്യത്തുകൾ ജീവിച്ചിരിക്കുന്നവരുടെ പ്രകീർത്തനങ്ങളും മൗലൂദും ഒക്കെ കേൾക്കുവോ? നമ്മൾ ഓല മൗലൂദ് ഓതിയാലോ, അവരെ അനുസ്മരിച്ചാലോ, അവരെ പറ്റി നന്മ പറഞ്ഞാലോ, നല്ല മനുഷ്യൻ, എന്തോ ഒരു മനുഷ്യനായിരുന്നു അയാൾ, പോയിട്ടോ, അള്ളാന്റെ ഒരു വലിയായിരുന്നു, പോയിട്ടോ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ഈ വിവരങ്ങളൊക്കെ മയ്യത്ത് കേൾക്കുമോ? ഫനഅം, കേൾക്കും. അയ്വൻ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മറുപടി അതുപോലെ നഅം, കേൾക്കുമെന്ന് തന്നെ മനസ്സിലാക്കണം. أخرج الإمام أحمد في مسنده والمروزي في الجنائز وابن أبي الدنيا وغيرهم من طريق أبي عامر العقدي عن عبد الملك بن الحسن المدني عن سعد بن عمرو بن سليم عن معاوية أو قال ابن معاوية عن أبي سعيد الخدري رضي الله عنه وعنهم أنه قال قال رسول الله صلى الله عليه وسلم إن الميت يعرف من يغسله ويحمله ويدليه في قبره. മരിച്ച മയ്യത്ത് അവനെ കുളിപ്പിക്കുന്നതാരാണെന്നറിയും, ചുമന്നുകൊണ്ടുപോകുന്നതാരാണെന്നറിയും, ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കുന്നതാരാണെന്നറിയും. ഇതൊക്കെ മയ്യത്തറിയും. واخرجه الطبراني في الاوسط من طريق اخر عن ابي سعيد واخرجه ابن ابي الدنيا وغيره باسانيد عن عمرو بن دينار وبكر بن عبد الله المزني وسفيان الثوري وغيرهم معنى ذلك. ഇതേ ആശയത്തിൽ ഒരുപാട് ഹദീസുകൾ ഒരുപാട് മഹാന്മാരെ തൊട്ട് പല ഗ്രന്ഥകാരന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. وقال ابن ابي الدنيا حدثنا سريج بن يونس قال حدثنا عبيدة بن حميد قال اخبرني عمار بن سالم بن بالجعد قال حذيفة الروح بيد ملك وإن الجسد ليغسل وإن الملك ليمشي معه إلى القبر فإذا صفي عليه سلك فيه فذلك حين يخاطب. وقال حدثنا الحسن بن عمرو القرشي قال حدثنا أبو داود الحفري قال حدثنا سفيان عن الأعمش أن عبد الرحمن بن زياد أن عبد الرحمن بن أبي ليلى أنه قال الروح بيد ملك يمشي به مع الجنازة يقول له اسمع ما يقال لك فإذا بلغ حفرته ദഫനഹു മഅഹു. കേൾക്കേണ്ട ആത്മാവ് മരണപ്പെട്ട മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ, ശ്മശാനത്തിലേക്ക് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഖബർ വരെ ആത്മാവ് ബന്ധിപ്പിച്ചുകൊണ്ട് നടക്കാൻ ഒരു മലക്കുണ്ട്. ആ മലക്ക് അവനെപ്പറ്റി സംസാരിക്കുന്നതും കേൾക്കേണ്ടതുമായ കാര്യങ്ങൾ കേൾക്കൂ എന്ന് നിർദ്ദേശിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഖബറിന്റെ പക്കത്ത് ഈ കേൾവിയുടെയും മറ്റും ആധാരമായ ആത്മാവിന്റെ ശക്തിയെ മലക്ക് ആ ഖബറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു പോരും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ഇത് വെച്ച് മയ്യത്ത് കേൾക്കും. ആത്മാക്കൾ എവിടെയാണ്? നാലാമത്തെ ചോദ്യം. فهي أجل هذه المسائل وأنا أستوفي لها إن شاء الله ما وقفت عليه في ذلك. ഇക്കാര്യത്തിൽ കിട്ടിയിടത്തോളം വിവരങ്ങൾ ഞാൻ പറയാമെന്നും പറഞ്ഞ് വിസ്തരിച്ചുപന്യസിക്കുകയാണ് ഇമാം സുയൂത്തി.
അത് നമുക്ക് വേണ്ടല്ലോ. എവിടെയാ ആത്മാവ് കുടിക്കൊള്ളുന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ട് എന്താ കാര്യം? ചെറിയൊരു വിവരണം മാത്രം അദ്ദേഹം വിവരിക്കുന്ന ആദ്യത്തെ നൽകാം. ആത്മാവുകൾ കുടിക്കൊള്ളുന്നത് അല്ലാഹുവിന്റെ റസൂൽ വിവരിക്കുന്നു. ഇന്നമാ നസ്മത്തുൽ മുഅ്മിൻ ത്വായിറുൻ തുഅല്ലഖു ഫീ ശജറിൽ ജന്ന ഹത്താ യർജിഅഹു അല്ലാഹു ഇലാ ജസദിഹി യൗമ യബ്അസുഹു. ഇന്നമാ നസ്മത്തുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ആത്മാവ് ത്വായിറുൻ, അതൊരു പറവയായി, ചെറിയ പറക്കാൻ കഴിയുന്ന ഒരു ജീവിയായി ആണ് അല്ലാഹു തആല വെക്കുന്നത്. തഅല്ലഖ, അത് തൂങ്ങിക്കിടക്കും, ഫീ ശജറിൽ ജന്ന, സ്വർഗത്തിന്റെ വൃക്ഷങ്ങളിൽ. ഹത്താ യർജിഅഹു അല്ലാഹു, അല്ലാഹു അതിനെ തിരിച്ചു കൊണ്ടുവന്നത് വരെ, ഇലാ ജസദിഹി, അതിന്റേതായ പ്രത്യേക ശരീരത്തിലേക്ക്, യൗമ യബ്അസുഹു, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ വരുന്നത് വരെ തൂങ്ങിക്കിടക്കുന്നത് സ്വർഗത്തിലെ ഒരു വൃക്ഷത്തിലാകുന്നു. ശഫീഉനാ റസൂലുള്ളാഹി. പല അഭിപ്രായങ്ങളും ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ ഇത് വിസ്തരിച്ചു വിവരിക്കുന്നുണ്ട്. ആ വിവരിച്ചതിന്റെ ഒക്കെ ആകത്തുക അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു നിശ്ചയിച്ച പ്രത്യേക സങ്കേതത്തിൽ ഈ ആത്മാക്കൾ നിലകൊള്ളുന്നു. നിലകൊള്ളുന്ന ഈ ആത്മാക്കൾ അവിടെ നിലകൊള്ളുമ്പോൾ തന്നെ അവർക്ക് ഇവിടത്തെ ലോകത്തെ സംബന്ധിച്ചും അവർക്കിടയിലുള്ള ലോകത്തെ സംബന്ധിച്ചും വല്ല പരിചയവുമുണ്ടോ, സമ്മേളനമുണ്ടോ? ഇനിയത്തെ പ്രശ്നം അദ്ദേഹം പറയുന്നു. വഅമ്മൽ മസ്അലത്തുൽ ഖാമിസ, അഞ്ചാമത്തെ വിഷയം, വഹിയ ഹൽ തജ്തമിഉൽ അർവാഹു വയറാ ബഅ്ദുഹും ബഅ്ദാ. അർവാഹുകൾ ആത്മീയ ലോകത്ത്, മരിച്ചവരുടെ ലോകത്ത് സമ്മേളിക്കുമോ, തമ്മിൽ കാണുമോ? ഫനഅം അയ്ളൻ, കാണും എന്ന് തന്നെയാണ് അതിനും മറുപടി. വഖദ് തഖദ്ദമ ദാലിക ഫീ ഹദീസ് അബീ അയ്യൂബ ഇൻദ ത്വബ്റാനി. കാണും എന്നതും അവർ ചോദിക്കും എന്നതും വിവരങ്ങൾ കൈമാറും എന്നതും നേരത്തെ നമ്മൾ ഓതിയ ത്വബ്റാനിയുടെ ഹദീസിൽ പറഞ്ഞല്ലോ. ഇനി വേണമെങ്കിൽ ഇനിയും കേൾക്കാം. വഫീ ഹദീസ് ഉമ്മു ബിശ്റിൻ ഇൻദഹു, ത്വബ്റാനി നിവേദനം ചെയ്യുന്ന ഉമ്മു ബിശ്റിന്റെ ഹദീസ്. വഇൻദൽ ബൈഹഖി വഫീ അസ്രി വഹബിൻ, ഇവിടൊക്കെ കഴിഞ്ഞു. وقال ابن أبي الدنيا حدثني محمد بن عبد الله بن بزير قال حدثنا فضيل بن سليمان النميري قال حدثنا يحيى بن عبد الرحمن بن أبي لبيبة عن جده أنه قال رضي الله عنه وعنهم لما بات بشر بن البراء بن معرور. ബിശ്ർ ഇബ്നുൽ ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു തങ്ങൾ സ്വഹാബിയാണ്. റസൂലുള്ളാഹിന്റെ ഈ സ്വഹാബി മരണപ്പെട്ടപ്പോൾ വജദത്ത് അലൈഹി ഉമ്മുഹു വജ്ദൻ ശദീദാ, ഉമ്മ വല്ലാതെ വേദനിച്ചു. ഫഖാലത്ത്, ആ ഉമ്മ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നഹു ലാ യസാലുൽ ഹാലികു യഖ്ലികു മിൻ ബനി സലമത, ഞങ്ങളുടെ ബനൂ സലിമത്ത് ഗോത്രക്കാരിൽ നിന്ന് ഓരോരുത്തരങ്ങനെ പോകാറുണ്ട്, മരണപ്പെട്ടു പോകുന്നവരങ്ങനെ പോകാറുണ്ട്. ഫഹൽ തതആറഫുൽ മൗത, മരിച്ചവർ തമ്മിൽ അറിയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ എനിക്കൊരു കാര്യമുണ്ട്. ഫൗർസിലു ഇലാ ബിശ്രിൻ ബിസ്സലാം, എന്റെ മകൻ ബിശ്രിനിക്ക് ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ നിന്ന് മരണപ്പെടുന്നവരുടെ കൈക്കൊരു സലാം പറഞ്ഞേക്ക. തമ്മിൽ അറിയുമെങ്കിൽ ഈ സമ്മാനം, എന്റെ സലാം എന്റെ മകൻ അവിടെ എത്തുമല്ലോ, അതെത്തുമോ എന്ന് അള്ളാന്റെ റസൂലിനോട് ഉമ്മ സങ്കടത്തിൽ വന്ന് പറഞ്ഞപ്പോ ഫഖാൽ നഅം, അള്ളാന്റെ റസൂല് പറഞ്ഞു, എത്തും ഉമ്മു ബിശ്ർ. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, എത്തും ഉമ്മു ബിശ്ർ. വല്ലദീ നഫ്സി ബിയദിഹി, എന്നെ നിയന്ത്രിക്കുന്ന റബ്ബിനെയാണ്. ഇന്നഹും ലയതആറഫൂൻ കമാ തതആറഫു ത്വയ്റു ഫീ റൂസി ശജർ, വൃക്ഷത്തിന്റെ ശിഖരങ്ങളിലുള്ള ചില്ലകളിൽ കൂടുകൂട്ടിയിട്ടുള്ള പക്ഷികൾ ഒന്നിച്ച് സമ്മേളിക്കുന്നത് പോലെ സ്വർഗത്തിലെ വൃക്ഷങ്ങളിൽ കൂട്ടുകൂടിയിട്ടുള്ള ഈ ആത്മാക്കൾ അവരുടെ ലോകത്ത് സമ്മേളിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ഇതിനുശേഷം വകാനലായകുഹാലിക്കും മിൻ ബനീ സലിമത, ബനൂ സലിമ ഗോത്രക്കാരിൽ നിന്ന് ആര് മരിക്കുമ്പോഴും ഇല്ലാ ജാഅതുഹു ഉമ്മു ബിശ്ർ, ഉമ്മു ബിശ്ർ അവിടെ വരും. മരിക്കാൻ കിടക്കുന്ന ആളോട് അവർ പറയും, യാ ഫുലാൻ അലൈക്കസ്സലാം, നിനക്ക് സലാം. ഫയഖൂലു വഅലൈക, മരിക്കാൻ കിടക്കുന്ന ആൾ വഅലൈക എന്ന് പറയും. ഫതഖൂലു, അപ്പയും ഉമ്മ പറയും, ഇഖ്റ അലാ ബിശ്രിനിസ്സലാം, എന്റെ മകന് ഒരു ബിശ്റിനിക്ക് ഒരു സലാം നീ പറയണം കേട്ടോ, നീ ആ ലോകത്ത് ചെല്ലുമ്പോ ബിശ്റിന് ഒരു സലാം പറയണം കേട്ടോ എന്ന് ഈ ഉമ്മ പറഞ്ഞുകൊണ്ടല്ലാതെ ബനൂ സലിമ ഗോത്രത്തിൽ ഒരാൾ മരിച്ചിട്ടില്ലെന്ന് ബനൂ സലിമ ഗോത്രത്തിലെ ബഹുമാനപ്പെട്ട ഉമ്മു ബിശ്റിന്റെ ഹദീസ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലബീബ എന്നിവർ ഉദ്ധരിക്കുകയാണ്. ഇത്തരം നിരവധി ഹദീസുകൾ ഇമാം അഹ്മദിന്റെ ഹദീസിനെ ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, അർവാഹുകൾ സമ്മേളിക്കും, അർവാഹുകൾ കാണും.
കാഴ്ചയും സമ്മേളിക്കലും എത്രത്തോളമുണ്ടെന്ന് അള്ളാഹുവിന്റെ ഒരു ഹദീസ് ഇമാം അഹ്മദ് നിവേദനം ചെയ്ത അദ്ദേഹം പറയുന്നു, ഇന്ന റൂഹയിൽ മുഅ്മിനൈന ലയൽതഖിയാനി അലാ മസീറത്തി യൗം. ഒരു ദിവസത്തിന്റെ വഴിദൂരമായാൽ തന്നെ അവർ തമ്മിൽ സമ്മേളിക്കലായി. ഞാനും നിങ്ങളും സമ്മേളിക്കണമെങ്കിൽ ഇത്ര വേണം, ഈ അകൽച്ച വേണം. ഇനി മൈക്കും എന്റെ ശബ്ദത്തിന്റെ കേൾവിയൊക്കെ നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അത് എത്തുന്നോളം വേണം. ഇങ്ങനെ വേണ്ട മയ്യത്തിന്റെ അറുവാഹുകൾ തമ്മിൽ സമ്മേളിക്കുമ്പോൾ ഒരു ദിവസത്തെ വഴിദൂരത്തിൽ വെച്ച് രണ്ട് റൂഹുകൾ തമ്മിൽ സന്ധിക്കും, കൂടും. പണ്ടവർ തമ്മിൽ കണ്ടിട്ടേയില്ല. അങ്ങനെയുള്ള മയ്യത്തുകൾ തന്നെ തമ്മിൽ കണ്ടാൽ അറിയും ഒരു ദിവസത്തെ വഴിദൂരത്തിന്റെ അകലത്തിൽ വെച്ച് തന്നെ. അല്ലാഹുവിന്റെ റസൂൽ وأخرج البزار بسند صحيح أن أبي هريرة رضي الله عنه رفعه أن المؤمن ينزل به الموت ويعاين ما يعين يود لو خرجت نفسه والله يحب لقاء المؤمن وأن المؤمن تصعد روحه إلى السماء فتأتيه أرواح المؤمنين فيستخبرونه عن معارفه من أهل الأرض فإذا قال تركت فلانا في الدنيا أعجبهم ذلك وإذا قال إن فلانا قد مات قالوا ما جيء به إلينا. മരിച്ചവരുടെ ലോകത്തേക്ക് ചെല്ലുമ്പോ ആള് മരിച്ചു ചെന്നാൽ ആദ്യം നമ്മൾ പറഞ്ഞ ഹദീസിൽ ചോദിക്കുന്നത് പോലെ പരേതാത്മാക്കൾ അന്വേഷിക്കും. ഭൂമുഖത്തെ തന്റെ പരിചയക്കാരെ തൊട്ട് ചോദിക്കും. ഇന്നാള് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷമാകും, മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെടുത്ത് എത്തിയില്ലോ, അവർക്ക് വേവലാതിയും സങ്കടവുമാകും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഹദീസ് നീട്ടി അദ്ദേഹം വിവരിക്കുകയാണ്. അപ്പൊ പരേതാത്മാക്കളുടെ ലോകത്ത് ഇവിടുത്തെ നമ്മുടെ വിവരങ്ങളും അവർ അറിയും. പുതിയ മയ്യത്ത് ചെയ്യുമ്പോ ചോദിച്ചറിയും. സലാം പറഞ്ഞയച്ചാൽ ആ സലാം അവിടെ എത്തും. ഉമ്മ പറഞ്ഞയച്ച സലാം ഉമ്മാന്റെ സലാമായി തന്നെ കേൾക്കും. അതിനനുസരിച്ചിട്ട് ആ ലോകത്ത് അവർ മടക്കും. ഇതൊക്കെ അർവാഹ് കുടിക്കൊള്ളുന്ന ആ ലോകത്ത് കിടക്കുന്നതാണ്. ഖബറിനെ ചെന്നാലുള്ള പറയല്ല, അത് നേരെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അതിന്റെ മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു. ഇത്തരം ഹദീസുകളൊക്കെ വിവരിച്ചിട്ട് 7ാമത്തെ ചോദ്യമായും 6ാമത്തെ ചോദ്യമായും അദ്ദേഹം പറഞ്ഞ ഷഹീദിന് ഖബറിൽ ചോദ്യമുണ്ടോ, കുട്ടിനോട് ചോദ്യമുണ്ടോ? ഈ ചോദ്യത്തിന്റെ മറുപടി അദ്ദേഹം പറയുന്നത് ഷഹീദിന് ഖബറിന്റെ അകത്ത് ചോദ്യമില്ല. ഫജവാബുഹുല, ഷഹീദിന് ഖബറിന്റെ അകത്ത് ചോദ്യമില്ല. വഅമ്മൽ മസ്അലത്തു സാബിഅത്തു വഹിയ അന്ന തിഫല ഹൽ യുസ്അലു, കുട്ടിയോട് ചോദിക്കുവോ? ഫഫീഹി ഖൗലാനി ലിൽ ഹനാബില, നമ്മൾ ഹംബലി മദ്ഹബുകാർക്ക് അതിൽ 2 ഖൗലാണുള്ളത്. ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു വരിക്കാണ് ഹംബലി മദ്ഹബുകാർക്ക് ഇതിൽ 2 ഖൗലാണുള്ളത്. ഹകാഹും ഇബ്നുൽ ഖയ്യിം, ഇബ്നുൽ ഖയ്യിം ആ 2 ഖൗലും തന്റെ കിതാബുർ റൂഹിൽ ഹംബലി മദ്ഹബുകാരനായ ഇബ്നുൽ ഖയ്യിം അത് ഉദ്ധരിച്ചിട്ടുണ്ട്. വഖൗലുൻ നവവി ഫി റൗളത്തി വശറഹുൽ മുഹദ്ദബി, ശറഹുൽ മുഹദ്ദബിലും റൗളയിലും നമ്മുടെ ഇമാം നവവിയുടെ ഖൗല് ഇന്ന തൽഖീന ബഅദ ദഫനി മുഖ്തസും ബിൽ ബാലിഗി, പ്രായം ചെന്ന ആൾക്ക് തൽഖീൻ ഓതൽ സുന്നത്തുള്ളൂ എന്ന് പറഞ്ഞ ഖൗല്. വഇന്ന സ്വബിയ സ്വഗീറ ലാ യുലഖനു, ചെറിയ കുട്ടിക്ക് തൽഖീൻ സുന്നത്തില്ല എന്ന് പറഞ്ഞ ഖൗല് ദലീലുൻ അല ഇഖ്തിയാരിഹി അന്നഹു ലാ യുസ്അലു, കുട്ടിയോട് ചോദ്യമില്ല എന്നാണ് ഇമാം നവവിയുടെ അഭിപ്രായം എന്നതിന് രേഖയാകുന്നു. മഹാനായ ഇമാം സുയൂത്തി തന്റെ 7 വിഷയങ്ങളും വളരെ സുന്ദരമായി വിവരിക്കുന്ന അൽ-ലുംഅ ഫീ അജ്വിബത്തിൽ അസ്ഇലത്തി സബ്അ എന്ന ഗ്രന്ഥത്തിൽ പരേതാത്മാക്കളുടെ ലോകത്ത് നടക്കുന്ന ഈ സംഭവങ്ങളെ അക്ഷരം പ്രതി വളരെ സുന്ദരമായി ഉപന്യസിച്ചു. ഈ ഉപന്യസിച്ച അദാബിൽ നിന്ന് രക്ഷപ്പെട്ട നല്ല നല്ല ആളുകളുടെ സ്ഥിതിയാണിതൊന്നും. സ്വർഗത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആത്മാക്കളുടെ ലോകത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്നും, മറിച്ച് ആഖിറത്തിൽ ചെല്ലുമ്പോൾ മഹാത്മാക്കളിൽപ്പെട്ടവരല്ലെങ്കിൽ, ഖബറിന്റെ അകത്തല്ലെങ്കിൽ, ഖബറിന്റെ അകത്ത് അവർ ജീവിക്കുന്നവർ ഖബറിന്റെ അകത്ത് ശിക്ഷ കിട്ടാത്ത മഹാത്മാക്കളാകുമ്പോഴാണ് ഈ പറഞ്ഞ അന്വേഷണങ്ങളും വിവരങ്ങളും ഒക്കെ എന്നും, ഖബറിന്റെ അകത്ത് ശിക്ഷിക്കപ്പെടുന്നവരാണെങ്കിൽ ഇതല്ല സ്ഥിതിയെന്നും നമ്മുടെ ഇമാമുകൾ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. നിരവധി ഇമാമുകളുടെ ഉദ്ധരണികൾ സവിസ്തരം വിവരിച്ചിട്ടുള്ള ബിഗിയ, അതിലൊരു ഉദ്ധരണി ബഹുമാനപ്പെട്ട ഇമാമുകളുടെ നില വറദ അന്നൽ അംവാത് യതആറഫൂന വയതസാവറൂന ഫീ ഖുബൂരിഹിം ഫീ അഖ്വാനിഹിം വലിഹാദാ നുദിബ തഹ്സീനുൽ കഫൻ
ويعرفون من زارهم ويستأنسون به ويردون على من سلم عليهم ولا يختص بيوم الجمعة ولا بميت دون آخر ولا يبعد رؤيتهم للزائر. വളരെ സുന്ദരമായി അദ്ദേഹം വിവരിക്കുകയാണ്. മരിച്ചവർ അവരുടെ ഖബറിന്റെ അകത്ത് അവരുടെ കഫനുകളിലായിക്കൊണ്ട് തന്നെ നിലകൊള്ളുകയും പരസ്പരം അറിയുകയും ചെയ്യുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് കഫൻ തന്നെ നല്ലതാക്കൽ നന്നു സുന്നത്താണ്. സന്ദർശിക്കുന്നവരെയും മരിച്ചവരറിയും, സന്ദർശിക്കുന്നവരെ കൊണ്ട് സന്തോഷിക്കും, സലാം പറഞ്ഞാൽ മടക്കും. ഇത് വെള്ളിയാഴ്ചയുടെ മാത്രം പ്രത്യേകതയല്ല, ഒരു മയ്യത്തിന് മാത്രമുള്ളതുമല്ല. സന്ദർശകരെ കാണും എന്നതും വിദൂരത്തല്ല. വലാത്തക്കൂനുള്ള അറിവ് ഹായിലത്തന്നെ അന്നേരം ഭൂമി അവർക്ക് മറയുമല്ല. 6 അടി മണ്ണിന്റെ അടിയിൽ നിന്ന് എങ്ങനെ കാണുമെന്ന് ചോദിക്കണ്ട, 6 അടി മണ്ണിന്റെ അടിയിൽ നിന്ന് തന്നെ അവർ കാണും. ഇതെല്ലാം മിന്നുമൂരിൽ അൽ വാജിബിൽ ഈമാനു ബിഹ, വിശ്വസിക്കൽ നിർബന്ധമായ അദൃശ്യ ലോകത്തെ ഇന്ദ്രിയാതീത ലോകത്തെ വിവരങ്ങളാണ്. വലൈസത്ത് ജാരിയത്തനൽ ആദ, നമ്മുടെ സാധാരണ നിലപാട് പ്രകാരം നടക്കുന്നതല്ല എന്ന് വിവരിച്ച ശേഷം അദ്ദേഹം വിവരിക്കുന്നു, വഹാദാ ഫീ ഹഖ്ഖിൽ മുഅ്മിനിൻ നാജി മിനൽ അദാബ്. ഇതൊക്കെ ഖബറിന്റെ അകത്ത് ശിക്ഷയിലകപ്പെടാത്ത നല്ല മുഅ്മിനീങ്ങളുടെ അവസ്ഥയിൽപ്പെട്ടതാണ്. അവരുടെ നിലപാടാണ് ഈ പറഞ്ഞത്. ബൽ മൻ തവജ്ജഹ ഇലൈഹിൻ നഈമു ജിസ്മൻ വറൂഹൻ, അവരുടെ ശരീരത്തിനും ആത്മാവിനും സുഖം കിട്ടിയവരും വഫുതിഹ ലഹു ഇലൽ ജന്നതി ബാബുൻ ബിലാ ബവ്വാബ്, പാറാവുകാരില്ലാതെ സ്വർഗത്തിലേക്ക് വാതിൽ തുറക്കപ്പെട്ട നല്ല മയ്യത്തിന്റെയും അവസ്ഥയാകുന്നു. ഫലാ യഹ്താജൂന ഇലൽ ഈനാസി ഫീ ഖുബൂരിഹിം, അവരുടെ ഖബറുകളിൽ അവർക്ക് വേറെ ഒരു നേരം പോക്കിന്റെ ആവശ്യമില്ല. വലൈസ അലൈഹിം ഫീഹാ വഹ്ശ, അവർക്കൊരു ഏകാന്തതയും ദുഃഖവും അവിടെയില്ല. നഅം മൻ ശാബഹ ബിൽ മുഖാലഫാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ നാശപ്പെടുത്തിയവൻ, ശറഅന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്ത് നാശപ്പെടുത്തിയവൻ, വമാത അല തൗഹീദ്, അവൻ മൂമിനായി തന്നെയാണ് മരിച്ചതെങ്കിലും വഹുവ ഇൻ തവജ്ജഹ അലൈഹിൽ അദാബ്, അവന് ശിക്ഷയുണ്ടെങ്കിലും ലാ യകൂനു അല തഅബീദ്, ശാശ്വതമായ ശിക്ഷയല്ല. ബൽ ബിസദദിൽ ഇൻഖിതാഅ്, അവന്റെ ശിക്ഷ മുറിയും, ഇടയ്ക്ക് വെച്ചവന്റെ ശിക്ഷ മുറിയും. ഇമ്മാബി ശിഫാഅ, നല്ലവരുടെ ശുപാർശ കൊണ്ട്, ഔ ബി റഹ്മത്തില്ല, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്. കമാ ലൈസ അലാ മൻ മാത സ്വബിയ്യൻ വഹ്ശ, പ്രായം തികയും മുമ്പ് മരിച്ച കുട്ടിക്ക് ഏകാംഗതയില്ലല്ലോ ഖബറിൽ. ഇത് സബബുൽ മുഖാലഫ വഹിയ മഫ്കൂദത്തുൻ ഫീ ഹഖ്ഖിഹി, തമ്മാടിയായ വിശ്വാസി തമ്മാടിത്തം കൊണ്ടാണ് അയാൾക്ക് ഈ ശിക്ഷ. അതെന്നൊന്നുമില്ലല്ലോ, അയാളുടെ ആ മുഖാലഫത്തിന്റെ ശിക്ഷ കഴിഞ്ഞാൽ അത് തീർന്നു. അതുകൊണ്ട് കഴിഞ്ഞ ശേഷം അവർക്ക് ഈ രക്ഷ കിട്ടും എന്ന് വിവരിച്ചുകൊണ്ട് മഹാൻ വിവരിക്കുന്നു, ഇങ്ങനെയുള്ളവർ ഖബറിന്റെ അകത്ത് ശിക്ഷ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളവരോ ഫഹുവ മശ്ഹൂറുൻ അനി സുവാരി ബിമാ ഹുവ ഫീ, സന്ദർശകരെ കുറിച്ച് ഓർക്കുന്ന തിരക്കിലല്ല അവൻ അവന്റെ സ്വന്തം കാര്യത്തിന്റെ ഹൈറാനിയത്തിലാണ്, അവന്റെ ശിക്ഷയുടെ ഭീകരതയിലാണ്. അവിടെ വച്ചല്ലാത്ത അവരല്ലാത്ത എല്ലാ നല്ല ആളുകളും മരിച്ചവരെ സംബന്ധിച്ച് ശരിക്കും അറിയുകയും മരണപ്പെട്ടവരെ ശരിക്കും കേൾക്കുകയും മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിക്കുന്നു. പരേതാത്മാക്കളുടെ ലോകത്ത് അവിടെ വെച്ച് തന്നെ നമ്മുടെ സ്ഥിതികൾ അറിയുന്ന, അവിടെ വെച്ച് തമ്മിൽ യോഗം കൂടുന്ന, അവിടെ വെച്ച് തമ്മിൽ വിവരങ്ങൾ അറിയുന്നവരെ ഖബറിന്റെ അകത്ത് പോയി, ഖബറിന്റെ അടുത്തു പോയി നമ്മൾ സന്ദർശിക്കുന്നതിൽ എന്തു കാര്യം? ഖബറും അവരുമായി എന്തു ബന്ധം? ഇതും നമ്മുടെ ഇമാമുകൾ വളരെ സവിസ്തരം വിവരിക്കുന്നുണ്ട്. ഓരോ മയ്യിത്തിനും ഖബറുമായിട്ടുള്ള റൂഹിന്റെ ബന്ധവും പരേതാത്മാക്കൾ കിടക്കുന്നിടത്ത് നിന്ന് ഈ ഖബറുമായി ബന്ധപ്പെടുത്തിയാണ് അവർക്ക് ശിക്ഷ ലഭിക്കുന്നത്, രക്ഷ ലഭിക്കുന്നത്, സുഖം ലഭിക്കുന്നത് എന്നിങ്ങനെയുള്ള വിവരങ്ങളെല്ലാം വിവരിച്ചിട്ട് അവർക്ക് ഖബറിന്റെ അകത്ത് കിട്ടുന്ന എല്ലാ നേട്ടങ്ങളും അവർക്കുള്ള അധികാരങ്ങളും നമ്മുടെ ഇമാമുകൾ വിവരിക്കുന്നുണ്ട്. ആ വിവരണത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു മാർഗം, ഒരു ഭാഗം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, എന്തിനാണ് ഖബറിന്റെ അകത്തേക്ക് ഇങ്ങനെ പോകുന്നത്? ഖബറിന്റെ അടുത്ത് ചെന്ന് തന്നെ സന്ദർശിച്ചിട്ട് പരേതാത്മാക്കളോട് ബന്ധപ്പെടുന്നത്. അല്ലാത്ത നിലയ്ക്ക് തന്നെ പരേതാത്മാക്കൾ അറിയില്ലേ, കേൾക്കില്ലേ? അവരെ ഇവിടെ വെച്ച് സലാം പറഞ്ഞാൽ തന്നെ അവർക്ക് എത്തുമല്ലോ, പിന്നെന്തിന് ഖബറിങ്കലേക്ക് പോകണം എന്നതിനെ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ കിതാബിൽ വിവരിച്ചത്, വളരെ സുന്ദരമായി വിവരിച്ചതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാനിവിടെ കുറിക്കാം. ഫസ്ലുൻ, അദ്ദേഹം വിവരിക്കുന്നു, അമ്മ തഖർറുബു ലിമശാഹിദിൽ അംബിയാഇ വൽ അഇമ്മത്തി അലൈഹിമുസ് സ്വലാത്തു വസ്സലാം ഫഇന്നൽ മഖ്സൂദ മിൻഹു സിയാറ.
നല്ല മഹാത്മാക്കളുടെയും അമ്പിയാക്കന്മാരുടെയും ഖബറിങ്കൽ തന്നെ, അവരടക്കപ്പെട്ട സവിധത്തിങ്കൽ തന്നെ നമ്മൾ പോയി ചെല്ലുന്നതും അവരെ സമീപിക്കുന്നതും. ഫൈനൽ മഖ്സൂദ മിൻഹു, അതിന്റെ ഉദ്ദേശം അസിയാറത്തു, നേരെ അടുത്ത് ചെന്ന് കാണലിനെ. ഇവിടെ വെച്ചിട്ട് സംസാരിക്കുന്നത് കേൾക്കുമെങ്കിലും അറിയുമെങ്കിലും അടുത്ത് ചെന്ന് കാണുന്ന സിയാറത്ത് ചെയ്യുന്ന നേട്ടം കിട്ടണമെങ്കിൽ അടുക്കണം, സമീപിക്കണം. വൽഇസ്തിംദാദു മിൻ സുആലിൽ മഗ്ഫിറതി വഖളാഇൽ ഹവായിജി, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അവരോട് സഹായമർത്ഥിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടുന്ന കാര്യത്തിൽ അവരോട് ശഫാഅത്ത് തേടുകയും ചെയ്യുകയാണ് ഉദ്ദേശ്യം. മിൻ അർവാഹിൽ മുഅ്മിനീന മിൻ അർവാഹിൽ അംബിയാഇ വൽ ഇമാ, ഇമാമുകളുടെയും നബിമാരുടെയും ആത്മാക്കളിൽ നിന്ന് ഈ സഹായം കേടുക. വൽ ഇബാറത്തു അൻ ഹാദൽ ഇംദാദി, അവരിൽ നിന്ന് കിട്ടുന്ന ഈ സഹായത്തിനുള്ള വാക്യം അശ്ശഫാഅത്തു, അവരെ മാനിച്ച് അല്ലാഹു നൽകുന്നത് എന്നാണ്, അതായത് ശുപാർശ. വഹാദാ യഹ്സുലു മിൻ ജിഹത്തൈനി, ഇത് രണ്ട് വിധേനയാണ് ലഭ്യമാവുക. അൽ ഇസ്തിംദാദു മിൻ ഹാദൽ ജാനിബി, സന്ദർശകന്റെ ഭാഗത്ത് നിന്ന് ഈ ശഫാഅത്ത് തേടണം, അതിനായി പരിശ്രമിക്കണം. വൽ ഇംദാദു മിനൽ ജാനിബിൽ ആഖിരി, സന്ദർശിക്കപ്പെടുന്ന നബിമാരും മറ്റുള്ളവരും ഇങ്ങോട്ട് സഹായിക്കണം. വലി സിയാറത്തിൽ മശാഹിദി, അവരെ അടക്കം ചെയ്യപ്പെട്ട പ്രത്യേക കേന്ദ്രങ്ങൾ പോയി സന്ദർശിക്കുന്നതിനിക്ക് അസറുൻ അദീമുൻ ഫീ ഹാദൈനി റുക്നൈൻ, ഈ രണ്ട് ഘടകങ്ങളുടെ കാര്യത്തിൽ വളരെ വലിയ സ്വാധീനമുണ്ട്. വളരെ ദീർഘിച്ച അദ്ദേഹത്തിന്റെ ഉപന്യാസം അദ്ദേഹം വിവരിക്കുന്നു. വകമാ തുഅസ്സിറു മുശാഹദതു സൂറത്തിൽ ഹയ്യി ഫീ ഹുദൂരി ദിക്രിഹി വഖുതൂരി നഫ്സിഹി ബിൽ ബാൽ, ജീവിച്ചിരിക്കുന്ന ഒരാളെ അദ്ദേഹത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കൽ അദ്ദേഹത്തെ ഓർമ്മ നിലനിൽക്കുന്നതിലും അദ്ദേഹത്തെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നതിലും സ്വാധീനം ചെലുത്തുന്നത് പോലെ ഫകദാലിക തുഅസ്സിറു മുശാഹദതു ദാലികൽ മയ്യിത്തി, മരണപ്പെട്ട മയ്യിത്തിനെ പോയി കാണലും വമുശാഹദതു തുർബത്തിഹി അല്ലതി ഹിയ ഹിജാബു ഖാലബിഹി, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ജഡമായ ആ ഭാഗത്തെ കൊണ്ടുപോയി വെച്ച അതിനെ മറവച്ചിരിക്കുന്ന അവന്റെ ആ സന്നിധാനത്തെയും മറമാടിയ മണ്ണിന്റെ പ്രദേശത്തെയും പോയി കാണൽ. ഫഇന്ന അസറ ദാലികൽ മയ്യിത്തി ഫീ നഫ്സി ഇൻദ ഗൈബത്തി ഖാലബിഹി വമശ്ഹദിഹി ലൈസ കഅസരിഹി ഫീ ഹാലി ഹുദൂരിഹി വമുശാഹദത്തി ഖാലബിഹി വമശ്ഹദിഹി, നേരിട്ട് കാണുമ്പോൾ കിട്ടുന്നതായ മനസ്സിന്റെ സ്വാധീനവും അപ്പോൾ മനസ്സിന്റെ അകത്ത് വരുന്ന സാന്നിധ്യവും അസാന്നിധ്യത്തിൽ കിട്ടുന്ന സാന്നിധ്യം പോലെയല്ല. നേരിട്ട് കാണുമ്പോൾ, ജീവിച്ചിരിക്കുന്ന ആള് നേരിട്ട് കാണുമ്പോൾ കൽബിൽ സ്വാധീനം കിട്ടും പോലെ, ഓർമ്മ നല്ല പോലെ വരും പോലെ, മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ പറ്റും പോലെ, അവരെ അടക്കം ചെയ്യപ്പെട്ട പവിത്ര മണ്ണിനെ പോയി കണ്ടാലും ഖബറിങ്കിൽ പോയി നിന്നാലും പ്രത്യേകം സ്വാധീനം കിട്ടും. വമൻ ലന്ന അന്നഹു ഖാദിറുൻ അലാ അൻ യഹ്ദുറ ഫീ നഫ്സി ദാലികൽ മയ്യിത്തി ഇൻദ ഗൈബത്തി മശ്ഹദിഹി, അയാളുടെ ഖബറടക്കം ചെയ്യപ്പെട്ട സ്ഥലത്തല്ലാതെ നിന്നാലും ഒരു മയ്യത്തിന്റെ കാര്യത്തിൽ പൂർണ്ണമായ മനസാന്നിധ്യം കിട്ടും എന്നൊരാൾ വിചാരിച്ചാൽ, കമാ യഹ്ദുറു ഇൻദ മുശാഹദത്തി മശ്ഹദിഹി, ഖബറിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ കിട്ടുന്ന സാന്നിധ്യം തന്നെ ഖബറിന്റെ അകത്ത് പോകാതെയും കിട്ടുമെന്നൊരാൾ വിചാരിച്ചാൽ ഫദാലിക ളന്നുൻ ഖതഉൻ, അത് പിഴവാകുന്നു, അത് തെറ്റായ ധാരണയാകുന്നു. ഫഇന്നലിൽ മുശാഹദത്തി അസറം ബയ്യിനൻ ലൈസ ലിൽ ഗൈബത്തി മിസ്ലുഹു, സാന്നിധ്യത്തിന് അസാന്നിധ്യത്തെക്കാൾ സ്വാധീനമുണ്ടെന്നത് വളരെ വ്യക്തമാകുന്നു. വമൻ ഇസ്തആന ഫിൽ ഗൈബത്തി ബിദാലികൽ മയ്യിത്തി, ഈ മയ്യത്തിനോട് അസാന്നിധ്യത്തിൽ വല്ല സഹായവും തേടിയാലും ശഫാഅത്ത് തേടിയാലും ലം തകുൻ ഹാദിഹിൽ ഇസ്തിആനതു ഐദൻ ജിസാഫൻ, അതും കമ്മട്ടത്തിലോ അനുമാനമോ അല്ല, ഉപകാരപ്രദമാണ്. വലാ തഖ്ലൂ മിൻ അസരിമ്മ, നേരിയ ഉപകാരം അതുകൊണ്ടും കിട്ടും. പക്ഷേ നേരെ ചെന്ന് കാണുന്നതിനും അടക്കം ചെയ്യപ്പെട്ട പ്രദേശം സന്ദർശിക്കുന്നതിനും കൂടുതൽ സ്വാധീനമുണ്ടെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിവരിച്ചത് വെച്ചാൽ ആ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിൽ നമ്മുടെ ഇമാമുകൾ നമുക്ക് ഹദീസുകളുടെയും ഖുർആനിന്റെയും വെളിച്ചത്തിൽ പഠിപ്പിച്ചു തന്ന വിവരം വെച്ചുകൊണ്ട് ആരംഭകരിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് പരലോകത്ത് ആത്മീയ ലോകത്ത് അവർക്കുള്ള അറിവുകളും അവർ തമ്മിൽ അറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളും അവർക്ക് സലാം പറഞ്ഞാലെത്തുന്ന വിവരവും ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥകളും ആ അവസ്ഥകൾ കണ്ടുകൊണ്ട് അവർ സന്തോഷിക്കുന്നതും ദുഃഖിക്കുന്നതുമെല്ലാം നമുക്ക് നൽകിയ വിവരപ്രകാരം അവരുടെ മയ്യത്തിന്റെ അടക്കം ചെയ്യപ്പെട്ട പ്രദേശത്തിൽ നിന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ പ്രത്യേകമായി ഒന്നുകൂടി അറിയാനും അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ അനുഭവങ്ങൾ ഒന്നുകൂടി മനസ്സിന്റെ അകത്ത് വരാനും പാഠമാകും. ഇതൊന്നുമില്ലെങ്കിൽ തന്നെ പരേതാത്മാക്കളുടെ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വളരെയധികം ചിന്തിക്കേണ്ടതുണ്ടെന്നും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിച്ചു തരുന്നത് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വെച്ചുകൊണ്ട് നമ്മുടെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളെ അറിയിക്കാം.
ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുന്ന ഹദീസ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവരണം വെച്ചുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആന്റെ വിവരണം ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ നമുക്ക് നൽകിയത്. സൂറത്തു തൗബയിലെ വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽമുഅ്മിനൂൻ വസതുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദതി ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. പരേതാത്മാക്കളുമായി ബന്ധപ്പെട്ട്, മരിച്ചവരുടെ ലോകവുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്നവർക്കുണ്ടാകേണ്ട മനോഭാവവും നമ്മുടെ അവബോധവും എന്തായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതായി ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ വിവരിക്കുന്നത് നോക്കി. വഖുൽ ഇഅ്മലൂ, നബിതങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു അല്ലാഹ്. വഖുൽ, നബിയെ തങ്ങൾ പറയുക, ഇഅ്മലൂ, ജനങ്ങളെ നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളൂ, അങ്ങനെ പ്രവർത്തിച്ചോളൂ. ഫസയറല്ലാഹു അമലക്കും, ശ്രദ്ധിക്കണം, അല്ലാഹു നിങ്ങളുടെ അമലുകളൊക്കെ കാണുന്നുണ്ട്, നിശ്ചയം കാണും, പിറകെ കാണും. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും കാണും. വൽമുഅ്മിനൂന, സത്യവിശ്വാസികളും നിങ്ങളുടെ അമലുകൾ കാണും. വസുതറുദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ, ഇന്ദ്രിയാതീത ലോകവും ഇന്ദ്രിയാധീന ലോകവും അറിയുന്ന റബ്ബിലേക്ക് നിങ്ങളെ ബേക്കലും അടക്കും. ഫയുനബ്ബിഉകും, അവിടെ വെച്ച് നിങ്ങളോട് അല്ലാഹു ശരിക്കും വിവരം നൽകും. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖുർആൻ പഠിപ്പിച്ച മഹാനായ മുജാഹിദ് എന്നവർ ഈ ആയത്തിനെ വിവരിക്കുന്ന വ്യാഖ്യാനമാണ് അല്ലാമ ഇബ്നു കസീറിനെ ഉദ്ധരിച്ച് ഞാൻ വിവരിക്കുന്നത്. കൃത്യമായി അദ്ദേഹം നൽകുന്ന വ്യാഖ്യാനം സമ്പൂർണ്ണമായി ഞാൻ വായിക്കാം. ഖാല മുജാഹിദ്, ഈ ആയത്തിന്റെ ഉദ്ദേശം എന്തെന്ന് മുജാഹിദ് എന്നവർ പറയട്ടെ. ഹാദാ വഈദുൻ, ഇത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള താക്കീതാണ്, ഇത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പാണ്. യാനി മിനല്ലാഹ്, അല്ലാമ ഇബ്നു കസീർ പറയുന്നു അല്ലാഹുവിന്റെ താക്കീതാണ് എന്നാ മുജാഹിദ് എന്നവർ പറയുന്നത്. ലിൽ മുഖാലിഫീന അവാമിറഹു, അല്ലാഹുവിന്റെ കൽപ്പനകൾ നിരസിച്ച് ജീവിക്കുന്നവർക്കുള്ള താക്കീതാണ്. ബി അന്ന അഅമാലഹും സതുറദു അലൈഹി തബാറക വതആല വഅലർ റസൂലി വഅലൽ മുഅ്മിനീൻ, അവരിവിടെ ജീവിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന്റെ മേൽ വെളിവാക്കപ്പെടും, റസൂലുള്ളാഹിക്ക് വെളിവാക്കപ്പെടും, മുഅ്മിനീങ്ങൾക്കും വെളിവാക്കപ്പെടും. എവിടെ വെളിവാക്കപ്പെടും? വഹാദാ കായിനുൻ ലാ മഹാലത യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ വെളിവാക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമേയില്ല. കമാ ഖാൽ, അല്ലാഹു തന്നെ പറയുന്നു, യൗമഇദിൻ തുറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, ഒരു രഹസ്യവും ഒളിഞ്ഞു പോകില്ല, എല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ വെളിവാക്കപ്പെടും. വഖാല തആല യൗമ തുബല സറായിർ, സകല രഹസ്യങ്ങളും തുറന്നു നീക്കപ്പെടും. വഖാല തആല വഹുസ്സില മാ ഫിസ് സുദൂർ, മനസ്സിന്റെ അകത്തുള്ളതെല്ലാം തുറന്നു കാണിക്കപ്പെടും എന്ന് വിവരിച്ച ആഖിറത്തിലെ വെളിവാക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശ്യം എന്ന ഒരു കാര്യം വിവരിച്ച ശേഷം അല്ലാമ ഇബ്നു കസീർ പറയുന്നു, ആഖിറത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കണ്ട. വഖദ് യുദ്ഹിറുല്ലാഹു തആല ദാലിക ലിന്നാസി ഫിദ്ദുനിയാ, ദുനിയാവിന്റെ അകത്ത് വെച്ച് തന്നെ മറ്റു ജനങ്ങൾക്ക് മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു വെളിവാക്കും. ഒന്ന് വെളിവാക്കൽ എങ്ങനെ? രഹസ്യം അല്ലാഹു തുറന്നു നീക്കുക. كما قال الإمام أحمد حدثنا حسين بن موسى قال حدثنا ابن لهيعة قال حدثنا دراج عن أبي الهيثم عن أبي سعيد مرفوعا عن رسول الله صلى الله عليه وسلم أنه قال لو أن أحدكم يعمل في صخرة صماء ليس لها باب ولا كوى لأخرج الله عمله للناس كائنا ما كان. നിങ്ങളിൽ ഒരാൾ ഉറച്ച ഒരു പാറക്കല്ലിന്റെ ഉള്ളിൽ പോയി പ്രവർത്തിച്ചാലും, കവാടമില്ലാത്ത ദ്വാരമില്ലാത്ത ഒരു പാറയുടെ ഉള്ളിൽ പോയി പ്രവർത്തിച്ചാലും അള്ളാഹു ആ അമലുകൾ വെളിപ്പെടുത്തി നിങ്ങളുടെ രഹസ്യം പുറത്താക്കാം.
അതുകൊണ്ട് രഹസ്യമായി തെറ്റ് ചെയ്യുന്നവർ, സ്വകാര്യമായി തെറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം എന്ന് ഉണർത്തിയ ശേഷം അല്ലാമ ഇബ്നു കസീർ പറയുന്നു, വഖദ് വറദ, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും സ്ഥിരപ്പെട്ടിരിക്കുന്നു, അന്ന അഅമാലൽ അഹ്യാഇ തുറദു അലൽ അംവാതി മിനൽ അഖ്രിബാഇ വൽ അശാഇരി ഫിൽ ബർസഖി. ഇവിടെ ജീവിച്ചിരിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ മുഴുക്കെ മരിച്ചവരുടെ മേൽ വെളിവാക്കപ്പെടും. മിനൽ അഖ്രിബാ, അവരുടെ കുടുംബങ്ങൾക്ക്, വൽ അശാഇരി, അകന്ന ബന്ധക്കാർക്കും, ഫിൽ ബർസഖി, അവരുടെ പരേതാത്മാക്കളുടെ ലോകത്തിലായിട്ട്. കമാ ഖാല അബൂ ദാവൂദ് അത്വയാലിസി ഹദ്ദസന സ്വൽത് ബിൻ ദീനാരിൻ അനിൽ ഹസനി അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ വഅൻഹും അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഅമാലകും തുഅറദു അലാ ഖരിബായികും വഅശായിരികും ഫീ ഖുബൂരിഹിം ഫഇൻ കാന ഖൈറൻ ഇസ്തബ്ശറൂ ബിഹി വഇൻ കാന ഗൈറ ദാലിക ഖാലൂ അല്ലാഹുമ്മ അൽഹിംഹും അൻ യഅമലൂ ബിത്വാഅതിക. ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഖബറാളികളായ നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങളുടെ അമലുകളൊക്കെ വെളിവാക്കപ്പെടും. നന്മ കണ്ടാൽ അവർ സന്തോഷിക്കും, തിന്മ കണ്ടാൽ അവർ പറയും, പടച്ചോനെ എന്റെ കൂട്ടക്കാർക്ക്, കുടുംബക്കാർക്ക് നന്മ ചെയ്യാൻ തോന്നൽ നൽകണേ, അവസരം നൽകണേ എന്ന്. ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ് അനസ് എന്നവർ നബിയെ തൊട്ട് പറയുന്നു, നബി പ്രസ്താവിച്ചു, ഇന്ന അഅമാലകും തുഅറദു അലാ ഖാരിബികും വഅശായിരികും മിനൽ അംവാത് ഫഇൻ കാന ഖൈറൻ ഇസ്തബ്ശറൂ ബിഹി വഇൻ കാന ഗൈറ ദാലിക ഖാലൂ അല്ലാഹുമ്മ ലാ തുമിത്തുഹും ഹത്താ തഹ്ദിയഹും കമാ ഹദൈതനാ. നമ്മൾ വായിച്ച ഹദീസ്. ആ ഹദീസിന്റെ അകത്ത് നിന്ന് മനസ്സിലാക്കാം, ഇവിടെ ജീവിച്ചിരിക്കുന്നവരുടെ കർമ്മങ്ങളെല്ലാം, ജീവിച്ചിരിക്കുന്നവരുടെ കർമ്മങ്ങൾ മുഴുക്കെ മരിച്ചവരുടെ മേൽ അല്ലാഹു തആല വെളിവാക്കുമെന്ന്. ഇത് വെച്ച് ഈ ആയത്തിനെ തഫ്സീർ ചെയ്താൽ, വഖുൽ ഇഅ്മലൂ, തോന്യാസം ചെയ്യുന്ന മനുഷ്യരെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ ഓരോരുത്തരുടെ മക്കളല്ലേ, നിങ്ങൾ ഓരോരുത്തരുടെ പിതാക്കളല്ലേ, നിങ്ങൾ ഓരോരുത്തരുടെ ഭർത്താക്കളല്ലേ, നിങ്ങൾ ഓരോരുത്തരുടെ ഉസ്താദുമാരല്ലേ, നിങ്ങൾ ഓരോരുത്തരുടെ ശിഷ്യന്മാരല്ലേ. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും വേണ്ടാത്തരങ്ങളും നിങ്ങൾ പറയുന്ന മോശങ്ങളുമൊക്കെ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, അല്ലാഹുവും റസൂലും ഏതാനും കാണുന്നുണ്ട്. വൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾക്ക് നിങ്ങളുടെ അമലുകൾ വെളിപ്പെടുത്തുമ്പോൾ അവരും അത് കാണുന്നുണ്ട്. തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ, നിങ്ങൾക്ക് അല്ലാഹു തആല ചെയ്ത തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഈ തെറ്റുകുറ്റങ്ങൾ നിങ്ങളുടെ കൂട്ടാളികളും അടിമകളും നിങ്ങളുടെ ഇഷ്ടക്കാരും പിരിശക്കാരും നിങ്ങളുടെ മാതാപിതാക്കളും മക്കളും ആഖിറത്തിൽ കാണുമ്പോൾ അവരതിന്റെ പേരിൽ നാണക്കേടിലാവും. ആ നാണക്കേട് സഹിക്കാൻ കഴിയൂല. വസതുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബ്, അപ്പോഴാണ് രണ്ടാമത്തെ പ്രയോഗം വളരെ അർത്ഥവത്താവുക. ബേക്കിൽ പിന്നീട് ആഖിറത്തിൽ ചെല്ലുമ്പോൾ ആലിമുൽ ഗൈബായ തമ്പുരാന്റെ അടുത്ത് വെച്ച് നിങ്ങളുടെ രേഖപ്പെടുത്തിയ റെക്കോർഡുകൾ നോക്കി നിങ്ങൾ തന്നെ വായിച്ചിട്ട് നിങ്ങളുടെ കർമ്മങ്ങൾ വെളിപ്പെടുമ്പോൾ അതിലേറെ നിങ്ങൾ വഷളാകും. അതിന്റെ മുൻപ് പരേതാത്മാക്കളുടെ ലോകത്ത് നിങ്ങൾ വഷളാകുന്നത് ശ്രദ്ധിക്കണം എന്ന താക്കീതാണ് ഈ ആയത്ത് നൽകുന്നതെന്ന് ബഹുമാനപ്പെട്ട മുജാഹിദ് എന്നവരുടെ വ്യാഖ്യാനം വെച്ചുകൊണ്ട് മഹാനായ ഇമാം അല്ലാമ ഇബ്നു കസീർ അവർകൾ വിവരിക്കുന്നത്, അതുപോലെ മറ്റു മുഫസ്സിറുകൾ വിവരിക്കുന്നത് കേൾക്കാം. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്നതും അല്ലാഹുവിന്റെ റസൂൽ അറിയുന്നതും ഖുർആൻ പറഞ്ഞല്ലോ. ആ അറിവ് നമ്മുടെ ഇമാമുകൾ വിവരിക്കുന്നുണ്ട്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അവിൽ മുറാദു ബിർറൂഹിൽ ഫറാഗു മിനശ്ശുഗൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബായ നബിയുടെ പുന്നാര ഹുജറ ശരീഫ് സിയാറത്ത് ചെയ്ത് സലാം പറയുമ്പോൾ അല്ലാഹു തആല അവിടത്തെ തിരുറൂഹിനെ അവിടത്തേക്ക് പെട്ടെന്ന് മടക്കിക്കൊടുക്കും എന്ന ഹദീസിന്റെ അകത്ത് ആ റൂഹിന്റെ ഉദ്ദേശം അൽ ഫറാഗു മിനശ്ശുഗലില്ലദീ ബിസ്വദദിഹി ഫിൽ ബർസഖി, പശിച്ചവരുടെ ലോകത്തുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ നിരന്തരമായ ജോലിയിൽ നിന്നുള്ള ഒരു ചെറിയ ഒഴിവ് നബിക്ക് കിട്ടും എന്നാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ സഫിയല്ലാഹ്. ആരംഭ നബിയുടെ തിരുസവിധത്തിൽ നിന്ന് നമ്മൾ സലാം പറയുമ്പോ നബി തങ്ങളുടെ അതുവരെയുള്ള നിലപാടിൽ നിന്ന്, അതുവരെയുള്ള നിരന്തരമായ ജോലി തിരക്കിൽ നിന്ന് ഒരു ചെറിയ വിടവ് തങ്ങൾക്ക് കിട്ടും ഈ സലാമിന്റെ ബർക്കത്തുകൊണ്ട്. അതുവരെയുള്ള നബിയുടെ ജോലി എന്താണ്? മിനൻ നവരി ഫീ അഅമാലി ഉമ്മത്തിഹി, നബിന്റെ സമുദായത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുകയാണ് സദാ നേരം നബി. വല്ലിസ്തിഗ്ഫാരി ലിമുസീഇഹിം, അവരിൽ നിന്നുള്ള തോന്യാസികൾക്ക് വേണ്ടി പാപമോചനം തേടുകയാണ് നബി. വദ്ദുആഇ ബികശ്ഫിൽ ബലാഇ അൻഹും, അവരിൽ നിന്ന് ആപത്ത് തട്ടിപ്പോകാൻ ദുആ ചെയ്യുകയാണ് നബി. വത്തറദ്ദുദി ഫീ അഖ്താരിൽ അർദി ബിഹുലൂലിൽ ബറക്കത്തി ഫീഹാ, ഭൂമിയുടെ ഏതൊക്കെ ഭാഗങ്ങളിൽ അല്ലാഹുവിന്റെ പ്രത്യേക ബറക്കത്ത് ഇറങ്ങണോ ആ ബറക്കത്ത് ഇറങ്ങേണ്ട പ്രദേശങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മാവ്.
ഔ ഹുദൂരി ജനാസത്തി സ്വാലിഹി ഉമ്മത്തിഹി, നബിയുടെ ഉമ്മത്തിൽ നിന്നുള്ള സദ്വൃത്തരായ സ്വാലിഹീങ്ങളുടെ ജനാസക്ക് ഹാജരാവുകയും ചെയ്യുകയാണ് നബി. അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഭക്തരായ സത്യവിശ്വാസികൾ മരിക്കുമ്പോ പുന്നാര നബി തങ്ങൾ ജനാസക്ക് ഹാജരാകും. തങ്ങൾ നിസ്കാരത്തിൽ കൂടും, ഖബറിങ്കിൽ കൂടും, തസ്ബീഹിൽ കൂടും, തൽഖീനിൽ കൂടും. ഈ ജോലിയാണ് നബിക്കുള്ളത്. കമാ വറദത് ബിദാലികൽ അഹാദീഥു വൽ അഖ്ബാർ, ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിലുള്ളതാണ്. പുന്നാര നബിയുടെ ഹദീസുകളുടെ താല്പര്യമാണ്. ഹജർ തന്റെ ഫത്താവൽ കുബറ ഭാഗം 2 136 പേജിൽ വളരെ വ്യക്തമായി വിവരിച്ച ഈ പാഠം വെച്ചുകൊണ്ട് എന്റെ വിശ്വാസികളെ, എന്റെ മുഅ്മിനീങ്ങളെ, പരലോകത്തെക്കുറിച്ച് എത്തുന്നതിന്റെ മുൻപ് പരേതാത്മാക്കളുടെ ലോകത്ത് ആത്മാക്കളുടെ നിലപാടെന്താണ്? പുന്നാര നബിയുടെ നിലപാടെന്താണ്? ആ നബിയുടെ ആത്മാവിന്റെ ദൗത്യമെന്താണ്? ധർമ്മമെന്താണ്? എന്തൊക്കെയാണ് നബി നിർവഹിക്കുന്നത്? ആരംഭനബി തങ്ങളുടെ തിരുഹക്ക് ജാഗവർക്കത്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പാപമോചനം നേടുന്നവരാൽ അള്ളാഹു നാം ഏവരെയുമാക്കട്ടെ. നമ്മുടെ ജനാസക്ക് ഹാജരാകുന്നവരിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യം കിട്ടുന്നവരിൽ പടച്ച തമ്പുരാൻ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ ബർക്കത്ത് വർഷിക്കുന്ന, ബർക്കത്ത് കൊണ്ട് നബിതങ്ങളുടെ റൂഹ് ഹാജരാകുന്ന ഇടങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളെയും ഈ സദസ്സിനെയും അല്ലാഹു തആലാക്കുമാറാവട്ടെ. നാം ജീവിക്കുന്ന മേഖലയൊക്കെ പുന്നാര നബിയുടെ ശഫാഅത്ത് കൊണ്ട് രാജാതിരാജ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.